മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫദ്ലേ, ജനങ്ങളോടൊക്കെ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി പറയിൻ, എല്ലാവരും വരട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും വന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും സ്വഹാബികൾ പള്ളിയിൽ ഇരിക്കാൻ. ഹബീബായ നബി തങ്ങൾക്ക് പനിയാണ്, നല്ല പനി വരുന്നുണ്ട് തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും വന്നപ്പോ നബി തങ്ങൾ മിമ്പറിൽ കയറി. ജുമുഅക്ക് മാത്രമല്ല തങ്ങൾ മിമ്പറിൽ കയറാ. നബി തങ്ങൾ അത്യാവശ്യമായ വളരെ ഇമ്പോർട്ടന്റ് ആയ വിഷയങ്ങൾ അറിയിക്കേണ്ടി വരുമ്പോൾ നബി തങ്ങൾ മിമ്പറിൽ കയറും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാ പറഞ്ഞു, ഖുത്ബ നടക്കണമെന്ന് നിർബന്ധമില്ല, ഖുത്ബ അല്ലെങ്കിലും വെള്ളിയാഴ്ച അല്ലെങ്കിലും നബി തങ്ങൾ മിമ്പറിൽ കയറിയിട്ട് സംസാരിക്കാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കയറി അല്ലാഹുവിനെ ഹംദ് ചൊല്ലി എല്ലാം കഴിഞ്ഞ്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നഹു ഖദ് ദനാ മിന്നി ഖലൂഫുൻ മിൻ ബൈനി അദ്ഹുരിക്കും വലൻ തറൗനി ഫീ ഹാദൽ മഖാമി ഫീകും അലാ ഫമൻ കുൻതു ജലത്തു ലഹു ളഹറൻ ഫഹാദാ ളുഹരി ഫൽയസ്തഖിദ് മിൻ. സ്വഹാബികളെ, ഇനി ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹബീബിന്റെ അവസാനത്തെ സംസാരമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെ, ഇനി ഒരിക്കലൂടെ ഈ മഖാമിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അടുത്തു വന്നിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ, അറിയണേ, ഞാൻ ആരുടെയെങ്കിലും പുറത്ത് ശരീരത്തിലെങ്ങാനും ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പുറമിതാ, എന്റെ ശരീരമിതാ ഇവിടെ, ഇപ്പോൾ പകരമെടുത്തോളൂ. പനി പിടിച്ച നബിയാണ് ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കുൻതു അഖദ്തു ലഹു മാലൻ ഫഹാദാ മാലി ഫൽയഖുദ് മിൻഹു. ഞാൻ ആരുടെയെങ്കിലും പൈസ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, മഅദല്ലാഹ്, നബി ഇത് ചെയ്യൂല. ഹബീബ് നമുക്ക് പറഞ്ഞുതരാൻ, ഞാൻ ആരോടെങ്കിലും പൈസ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ പൈസ ഇവിടെയുണ്ട്, അതിൽ നിന്ന് വേണ്ടവർക്ക് വേണ്ടതെടുക്കാം. ومن كنت شتمت له عرضا فهذا عرضي فليستقد من. ഞാൻ ആരുടെയെങ്കിലും അഭിമാനം ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അഭിമാനം ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനമിതാ, എന്നെ ചീത്ത പറഞ്ഞോളൂ. ഹബീബ് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികാരം എടുത്തോളൂ എന്നോട്, എന്റെ അഭിമാനമിതാ, ഹാദാ ഇർദി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്വതക്ക അതാണ്, നമ്മുടെ അഭിമാനം സ്വതക്ക ചെയ്യാനാണ്. ആളുകൾ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കാം, കളിയാക്കി എന്ന് വിചാരിക്കാം, മൈക്ക് കെട്ടി പ്രസംഗിച്ചു എന്ന് പറയാം, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തു, നിങ്ങൾ സാക്ഷി, അള്ളാഹു സാക്ഷി. നമ്മുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ ആരോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അതിനൊന്നും നമ്മുടെ അമലൊന്നും അങ്ങോട്ട് പോണില്ലല്ലോ, അവരമൽ ഇങ്ങോട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ. നമ്മൾ ആ അമലിന് അർഹരാണ്, നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. റബ്ബേ, കുറച്ച് അമലൊക്കെ ഒരുത്തർ തരാന്ന് പറയുമ്പോൾ നമ്മളോട് അത്രയും സ്നേഹമുള്ളവരെ നമ്മളെ ചീത്ത പറയുള്ളൂ എന്നാ. കാരണം അവർ അമല നമുക്ക് തരുന്നത്, എന്തല്ല, പൈസ അല്ല. അത് കുറെ ആൾക്കാരെ മുമ്പിൽ ചെവിയിൽ പറയുമ്പോൾ അത്രയും ആളുകളോട് ഒരു മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത്, എന്റെയൊക്കെ കൂലി ചെറുതാണോ, ഓരോ ആൾക്കും പകരം കിട്ടും. പക്ഷെ അവർക്ക് നമ്മൾ പുറത്തു കൊടുക്കുകയാണ്, പുറത്തു കൊടുത്തു, അതിനൊക്കെ പകരം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അതിൽ എന്തെങ്കിലും മോശമായ നിയ്യത്തുകൾ അവർക്കുണ്ടെങ്കിൽ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, നല്ല മനസ്സ് കൊടുക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. എന്റെ അഭിമാനം എടുത്തോളൂ, അങ്ങനെ ഹാദാ ഇർദി, നിങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ശരീരം ഇതാ, അടിച്ചോളൂ. ഞാൻ ആരോടെങ്കിലും സമ്പത്ത് വാങ്ങി തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇതാ എന്റെ സമ്പത്ത്. ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനം ഇതാ, നിങ്ങൾ എടുത്തോളൂ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്, ഹബീബുനാ റസൂലുള്ളാഹ്. വലാ യഖൂലന്ന ഖായിലുൻ, ആരും പറഞ്ഞു പോവണ്ട, ഇന്നി അഖ്ശശ്ശഹ്നാ, വെറുപ്പെനിക്ക് വിഷമമാണ്, വെറുപ്പെനിക്ക് പേടിയാണെന്ന് പറയണ്ട. എന്നെ വെറുക്കുമോ, അത് പേടിച്ചിട്ടാണോ ഞാനീ പറയുന്നത് എന്നാരും വിചാരിക്കണ്ട. അലാ, അറിയണേ, വെറുക്കുന്നത് എന്റെ സ്വഭാവമല്ല. നബിതങ്ങൾ പറയാം, നമ്മളും നബിയെ പിൻപറ്റണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വെറുക്കണ്ട. ആൾക്കാരെങ്ങനെ വെറുത്തു? നമുക്കൊരു പക്ഷേ ചില വിഷയങ്ങളൊക്കെ മുഖം നോക്കാതെ പറയേണ്ടി വരും.
വലിയ വലിയ ഫിത്നകളും പ്രശ്നങ്ങളൊക്കെ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോൾ അത് പറയേണ്ടി വരും. നമ്മൾ വിഷയങ്ങളെ അഡ്രസ് ചെയ്യും, വ്യക്തികളെ ആക്ഷേപിക്കൂല. പക്ഷേ അതിലൊക്കെ ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ, അത് ഈ ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി മാത്രമാണ്, ഉമ്മത്തിന്റെ മസ്ലഹത്തിന് വേണ്ടി മാത്രമാണ്, വേറൊന്നും അതിൽ ലക്ഷ്യമില്ല. നബി തങ്ങൾ പറയുന്നു, വെറുപ്പിന്റെ സ്വഭാവമല്ല. അലാ ഇന്ന ശഹനാഅ ലൈസത് മിൻ ശഅനി വലാ മിൻ ഖുലുഖി. വെറുക്കുന്നത് എന്റെ സ്വഭാവമല്ല, എന്റെ രീതിയുമല്ല. وإن أحبكم إلي من أخذ حقا إن كان له علي أو حللني. എനിക്ക് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അവനവന്റെ ഹക്ക് എന്നിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ആളാണ്. നബിയെ, അങ്ങ് അടിച്ചു, അങ്ങ് എനിക്ക് അടിക്കണം. അങ്ങന്റെ സമ്പത്തെടുത്തു, അങ്ങയുടെ പൈസ എനിക്ക് വേണം. അങ്ങനെ ചീത്ത പറഞ്ഞു, എനിക്ക് അങ്ങയെ ചീത്ത പറയണമെന്ന് ആര് പറയുന്നുണ്ടോ അവരോടാണ് എനിക്ക് ഇഷ്ടം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ഹല്ലലനി, അല്ലെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തന്നു. നബിയെ, വേണ്ട നബിയെ, എനിക്ക് മാപ്പ് തന്നു, എനിക്കവരെയാണ് ഇഷ്ടം. ഞാൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ വലൈസ ലി അഹദിൻ ഇൻദി മദ്ലമ, ആരെയും ദുൽമ ചെയ്തതായി അല്ലാഹുവിന്റെ മുമ്പിൽ പരാതി പറയപ്പെടരുത്. ഞാൻ ആരെയും ദുൽമ ചെയ്തു എന്ന് പറയരുത്. അങ്ങനെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലണം. അതുകൊണ്ട് സ്വഹാബികളെ, എനിക്ക് മാപ്പ് തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂലാണ് സ്വഹാബികളെ പള്ളിയിൽ വിളിച്ചു പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മാപ്പ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുക. നമ്മൾ ഓരോരുത്തരും, ഞാനിത് നിങ്ങളോട് പറയുന്നു, ഇനി കേൾക്കുന്നവരോടും, ആർക്കെങ്കിലും അങ്ങനെ വല്ല വിഷമമുണ്ടോ, പൊരുത്തപ്പെട്ട് തരണം. എന്തേ? അല്ലാഹുവിനെ ഉദ്ദേശിച്ച്. ഒരാൾക്ക് വേണമെങ്കിൽ പൊരുത്തപ്പെട്ട് തരൂല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ പൊരുത്തപ്പെടിച്ചാൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാണ്. മാപ്പ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? മാപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ്. നമുക്ക് ചോദിക്കലേ ബാധ്യതയുള്ളൂ, മാപ്പ് തരൽ ചോദിക്കപ്പെട്ടവരുടെ ബാധ്യതയാണെന്നാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടിക്കുക. മരിച്ചുപോയി പോണ്ടേ, ഖബറിൽ പോയി കിടക്കണ്ടേ. അല്ലാഹു നമുക്ക് അവിടം സന്തോഷകരമാക്കി തരട്ടെ. ഹബീബായ നബിതങ്ങൾ ഈ വാക്കുകൾ പറഞ്ഞ് മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങുന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. തൊട്ടടുത്ത വാതിൽ തുറന്നാൽ കിട്ടുന്നത് ബീവിയുടെ വീടാണ്. പനി ബാധിക്കുന്നു നബിതങ്ങൾക്ക്. ശരീരം മുഴുവനും താങ്ങാൻ കഴിയാത്ത പനി. മുച്ചനബിതങ്ങൾ പനി ബാധിച്ച് കിടക്കുകയാണ്. വിരിപ്പിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ. അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിൽ പനി വരുമ്പോൾ, വല്ലാഹി ഇന്നക ലതുഅകു കമാ യുഅകു റജുലാനി മിന്നാ, നബിയെ, ഞങ്ങളിൽ രണ്ടാൾക്ക് പനി ബാധിക്കുന്ന പോലെ നിങ്ങൾക്ക് പനി വരുന്നുണ്ടല്ലോ നബിയെ. രണ്ടാളുടെ പനി പോലെ. അങ്ങനെ നബിക്ക് പനി വരുമ്പോൾ ശക്തമായ ഡബിളാ നബിക്ക് പനി വരും, നമ്മളെ പോലെയല്ല. ഞങ്ങൾ പറഞ്ഞു, ബലാ, അങ്ങനെ തന്നെ. എന്തിനെന്നറിയോ? 2 പനിയുടെ കൂലി അല്ലാഹു എനിക്ക് തരാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഹബീബ് അങ്ങനെ പറയാം. ഇന്നല്ലാഹ് കഷ്ടപ്പെടുത്തിയില്ലോ, എനിക്കല്ലാഹു ഒരുപാട് വേദന തന്നല്ലോ, എനിക്കല്ലാഹു ഒരുപാട് ചൂടെന്റെ പനിക്ക് തന്നല്ലോ. അങ്ങനെയല്ല. അങ്ങനെ ആവുമ്പോൾ എനിക്ക് 2 പനിച്ചതിന്റെ കൂലി തരും. 1 പനിച്ചതിന്റെ കൂലി 1 പനിക്ക്. 2 പനിന്റെ ചൂടില്ലേ, എനിക്ക് 2 പനിയുടെ പരീക്ഷണത്തിന്റെ കൂലി തരാനാണ് അല്ലാഹു അങ്ങ് തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളെല്ലാം ഹബീബിനെ ഇശാ നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാക്കുന്നു. ആ മെഹ്റാബിലേക്ക് ഹബീബ് ഒന്ന് വന്ന് നിൽക്കണം. ഹബീബിന്റെ കീഴിൽ, ഹബീബിന്റെ പിറകിൽ നിന്ന് മഅ്മൂമിങ്ങളായി നിസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് വരാൻ നിൽക്കുന്നു. ഹബീബിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, വിരുപ്പിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾക്ക് വരാൻ താമസായപ്പോ എല്ലാവരും പറയാൻ തുടങ്ങി, അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം. നബിയെ ഓർമ്മിപ്പിക്കാനാവണം സ്വഹാബിമാർ പള്ളിയിൽ നിന്ന് അസ്വലാ അസ്വലാ വുദൂ എടുത്ത് കാത്തിരിക്കുകയാണ്. ഇമാമ് വന്നിട്ടില്ല, ഹബീബ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹബീബ് ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങളെ നിസ്കരിച്ചോ? ആയിഷ, ജനങ്ങളെ നിസ്കരിച്ചോ? നിസ്കരിച്ചോ? അവരൊക്കെ പറഞ്ഞു, യാ റസൂലല്ലാഹ് വഹും യന്തദിറൂനക, അവരങ്ങയെ കാത്തിരിക്കുകയാണ് നബിയെ. അവരാരും നിസ്കരിച്ചിട്ടില്ല, അങ്ങ് വരുമെന്ന് കാത്തിരിക്കുകയാണ്.
നബി തങ്ങൾ പറഞ്ഞു സ്വഹാബികളോട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സ്വഹാബ, എനിക്ക് വരണമെന്നുണ്ട്, മെഹ്റാബിലേക്ക് നിൽക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് ഇമാമാവണമെന്നുണ്ട്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സുബ്ബൂലി മാഅൻ ഫിൽ മിഖ്ളബി, ആ വലിയ പാത്രത്തിലെ വെള്ളം എന്റെ തലയിലേക്കൊന്ന് ഒഴിച്ചു തരുമോ എന്ന് പറഞ്ഞു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കൊണ്ടുവന്ന് ഇരുത്തി ഹബീബിന്റെ തലയിലേക്ക് ഒരുപാട് ബക്കറ്റ് വെള്ളം, ഇങ്ങനെ വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരം പനിച്ച് പനിച്ച് വിറക്കുകയാണ്, ചൂട് താങ്ങാൻ പറ്റാത്ത ചൂടാണ്. ഹബീബായ നബി തങ്ങൾ ശരീരം തണുത്തു എന്ന് കണ്ടപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിരലുകൊണ്ട് പറഞ്ഞു, മതി, വെള്ളം ഒഴിച്ചത് മതി, വെള്ളം നിർത്തി. ഹബീബ് എഴുന്നേൽക്കുകയാണ്. ഹബീബ് എഴുന്നേൽക്കാൻ കൈകുത്തി നിന്നപ്പോഴേക്കും ബോധം കെട്ട് വീണുപോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പനിയുടെ ശക്തി കാരണം. സ്വഹാബത്ത് നോക്കുകയാണ്, 63 വയസ്സുള്ള, ശരീരത്തിൽ ഒരു കുടവയറ് പോലും വന്നിട്ടില്ലാത്ത, ആരോഗ്യത്തിന് കാര്യമായ ഒരു പ്രശ്നവുമില്ലാത്ത ഹബീബായ നബി തങ്ങളാണ് പനി ബാധിച്ച് എഴുന്നേൽക്കാൻ പറ്റാതെ വീഴുന്നത്. ഹബീബിന്റെ ബോധം തെളിയുന്നവരെ അവർ നോക്കി നിന്നു. ബോധം തെളിഞ്ഞപ്പോൾ ഹബീബ് ചോദിച്ചു, അസ്വല്ലന്നാസ്, എന്റെ സ്വഹാബികൾ നിസ്കരിച്ചോ? നോക്കണം, ഹബീബിന്റെ ചോദ്യത, നിസ്കരിച്ചോ? ഇല്ല നബിയേ, ഇല്ല നബിയേ, വഹും യന്തളിറൂനക, അങ്ങയെ കാത്തിരിപ്പാണ് നബിയേ, അങ്ങ് വരുമെന്ന് വിചാരിച്ചവരൊക്കെ പള്ളിയിലുണ്ട്. ഹബീബ് ഒന്നുകൂടെ പറഞ്ഞു, എന്റെ തലയിലോട്ട് ഇനിയും കുറച്ച് ബക്കറ്റ് വെള്ളം ഒഴിച്ചു തരുമോ? ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയുമോ? എവിടേക്കാണ് ഈ പറയുന്നത്? ആയിഷ ബീവിയുടെ റൂമിന്റെ വാതിൽ തുറക്കുന്നത് പള്ളിയിലേക്കാണ്. ആ പള്ളിക്ക് ഹബീബിന് നടക്കാൻ പറ്റാത്തത്, അത്ര വലിയ ക്ഷീണം. രണ്ടാമതും ഹബീബിന്റെ തലയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പുണ്യനബി വിരലുകൊണ്ട് പറഞ്ഞു, ശരീരം തണുത്തെന്ന് തോന്നിയപ്പോൾ മതി 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 എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവര് നിർത്തി. ഹബീബ് കൈകൊണ്ട് ഭൂമിയിൽ തടവി. ഭൂമിയിൽ വെച്ച് നബി തങ്ങൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴേക്കും ഹബീബിന്റെ ബോധം നഷ്ടപ്പെടുന്നു. നബി തങ്ങൾ ബോധം കെട്ട് വീഴുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് തുറക്കുന്നവരെ സ്വഹാബിമാർ ആ പുണ്യ ഹബീബിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഹബീബ് കണ്ണു തുറന്നു. ചോദിച്ച ആദ്യത്തെ ചോദ്യം പഴയ പോലെ തന്നെ, അസ്വല്ലന്നാസ്, ജനങ്ങളെ നിസ്കരിച്ചോ? ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല നബിയേ, അങ്ങയെ കാത്തിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി ധർമ്മസമരം ചെയ്ത ശരീരമാണ് ഹബീബിന്റേത്. രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിൽ നീര് വന്ന കാലുകളാണ് ഹബീബിന്റേത്. അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയത് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോഴാണ്. ഹബീബിന്റെ റുബായിയത്ത് പൊട്ടിപ്പോയത്. ഹബീബിന്റെ ശരീരത്തിൽ, നെറ്റിയിൽ ഹബീബിന്റെ യുദ്ധത്തിൽ ഏറ്റ മുറിവുകളുടെ അടയാളമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിന്റെ ആനന്ദം അറിഞ്ഞ ഹബീബാണത്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മൂന്നാമതും വെള്ളം ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഹബീബിന് സാധിച്ചില്ല എഴുന്നേൽക്കാൻ. അപ്പോഴാ പറഞ്ഞത്, മുറൂ അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, സിദ്ദീഖ് എന്നവരോട് പറയണം, അവർ ഇമാമായി നിൽക്കട്ടെ മെഹ്റാബിലേക്ക്, എനിക്ക് പകരം സിദ്ദീഖ് എന്നവര് നിൽക്കട്ടെ. ബിലാൽ എന്നവര് ഇഖാമത്ത് കൊടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബ് നിന്ന് മെഹ്റാബിലേക്ക് ആദ്യമായി ഹബീബ് അടുത്തുണ്ടായിരിക്കെ നിൽക്കാൻ പോവുകയാണ്. സിദ്ദീഖ് എന്നവരെ ഖുർആൻ ഓതി സ്വഹാബത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. ശബ്ദമില്ലാത്തത് കൊണ്ടല്ല, കണ്ഠമിടറുകയാണ്, കരയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞു. ജനങ്ങളൊക്കെ പോയി. സുബഹി നിസ്കാരം വന്നു. സിദ്ദീഖ് എന്നവർ തന്നെ ഇമാമ്. അങ്ങനെ ദിവസങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുന്നു. മുത്തുനബി തങ്ങൾ വിരിപ്പിൽ കിടക്കുകയാണ്. തിങ്കളാഴ്ച ദിവസം അബ്ബാസ് എന്നവരെയും അലി തങ്ങളെയും നബി തങ്ങൾ വിളിച്ചു. ഹബീബായ നബി തങ്ങളെ നിവർത്തി ഒന്ന് ഇരുത്തിയവിടെ നബി തങ്ങൾ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് കാലിങ്ങനെ മണ്ണിൽ തൂക്കിയിടുന്ന പോലെ നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന്റെ ചെറിയൊരു കർട്ടനിലൂടെ ഹബീബ് നോക്കി, സ്വഹാബത്തിനെ നോക്കി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ സ്വഹാബികളെ കാണുമ്പോൾ അവർ സുബ്ഹിക്ക് വന്ന് നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. മുത്തുനബി തങ്ങൾ പുഞ്ചിരിച്ചു, ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ.
ആ ക്ഷീണിച്ച നബിതങ്ങൾ നിസ്കരിക്കാൻ നേതൃത്വം കൊടുക്കാൻ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹബീബിന് വരാൻ കഴിഞ്ഞില്ല. ഫിറാഷിലേക്ക്, ഹബീബിന്റെ വിരിപ്പിലേക്ക് നബിതങ്ങൾ മടങ്ങുകയാണ്. ആയിഷ ബീവി പറയട്ടെ, റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനെ ഞാൻ കണ്ടു. വഹുവ യമൂത്ത്, ഹബീബ് ലോകത്തോട് വിട പറയുന്ന നേരം എനിക്ക് ഓർമ്മയുണ്ട്. ആ പരിശുദ്ധമായ ശരീരം അലാ നഹരി മാ ബൈന ഹിജ്രി വ നഹരി, എന്റെ മടിയിലാണ് ഹബീബ് തലവെച്ച് കിടക്കുന്നത്. ഹബീബിന്റെ മരണനേരം എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നബിതങ്ങൾ ആ വെള്ളത്തിലേക്ക് കൈയിടുകയും കൈകൊണ്ട് മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. നബിതങ്ങൾ മുഖം തടവുന്നു വെള്ളം കൊണ്ട്. എന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് ചില വിഷമങ്ങളുണ്ടല്ലോ, റൂഹ് ശരീരത്തിൽ നിന്ന് പോവാൻ ചില പ്രയാസങ്ങളുണ്ടല്ലോ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. അവര് പറയുന്നു, വാ കർബ അബതാ, വാ കർബ അബതാ, എന്റെ ഉപ്പാക്ക് ഇതുവരെ ഇങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ലല്ലോ, എന്തേ എന്റെ ഉപ്പാക്ക് പറ്റിയത്, ഉപ്പാ എന്റെ ഉപ്പയുടെ വിഷമമേ എന്ന് വഫാത്താകുന്ന ഹബീബിനോട് ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ഹബീബ് അത് കേൾക്കുമ്പോ, ക്ഷീണിച്ചു കിടക്കുമ്പോ, മരണത്തിന്റെ മുഖാമുഖം കാണുന്ന നേരമായിട്ട് കൂടി മുത്തനബി തങ്ങൾ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് വിഷമമില്ല ഫാത്തിമ. ഉപ്പായുടെ വിഷമം ഇന്നത്തോടെ തീരും, ഉപ്പയുടെ വേദന തീരും ഫാത്തിമ, ഉപ്പയുടെ അസുഖം തീരും ഫാത്തിമ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഉപ്പാക്ക് വേദനയില്ല, വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് സന്തോഷത്തോടെ യാത്ര പറയുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫജഅൽതു അംസഹു വജ്ഹഹു ബിയദി, എന്റെ കൈകൊണ്ട് ഹബീബിന്റെ മുഖം ഞാൻ ഇങ്ങനെ തടവി കൊടുത്തു. വഅദഉ ലഹു ബിശ്ശിഫാ, എന്റെ റസൂലിന് ശിഫ കൊടുക്കണേ, എന്റെ ഹബീബിന് ശിഫ കൊടുക്കണേ എന്ന് ഞാൻ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. നബി പറയുന്നു, ലാ ആയിഷ, അതൊന്നും പറയണ്ട ആയിഷ, പറയണ്ട. ബൽ അസ്അലുല്ലാഹ റഫീഖൽ അഅലാ, അല്ലാഹുവിന്റെ പരമമായ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിഷ. ഇന്ന് ഞാൻ പോവുകയാണ് ആയിഷ, ഞാൻ പോവുകയാണ്. മഅ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീൽ, ഇന്ന് ഞാൻ ജിബ്രീലിനെ കാണാൻ പോകുന്നു, ഇസ്രാഫീലിനെ കാണാൻ പോകുന്നു, മീകാഈലിന്റെ കൂടെ, അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂടെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്കുള്ള യാത്രയാണെന്ന് ആയിഷ ബീവി. എന്റെ രോഗം ശിഫയാകാൻ പോകുന്നില്ല, ഞാൻ ഇന്ന് യാത്ര പിരിയുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി നബി തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ, ഹബീബിന്റെ അവസാന വചനങ്ങളാണത്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസ്വാറാ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിക്കാൻ കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെല്ലാം അവര് സുജൂദിന്റെ ഇടങ്ങളാക്കി മാറ്റിയത് കാരണം അല്ലാഹു ഇസ്രായേൽ മക്കളിലെ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അല്ലാഹു ശപിച്ചു. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവരല്ല, ഇബാദത്ത് അല്ലാഹുവിനോടാണ്. അവരുടെ ഖബറുകൾ തബറുക്ക് ചെയ്യുന്നു, നമ്മൾ അവരെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു. പക്ഷേ അമ്പിയാക്കന്മാരോ ഔലിയാക്കന്മാരോ ആരാധിക്കപ്പെടുന്നവരല്ല, ആരാധിക്കപ്പെടാൻ പാടുള്ളവരുമല്ല. ഇബാദത്തു ലില്ലാഹി വഹ്ദഹ്. നബി തങ്ങൾ അവസാനം ഓർമ്മിപ്പിക്കുകയാണ്, ഇസ്തദ്ദ ഗളബുല്ലാഹ്, അല്ലാഹു ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അലാ ഖൗമിൻ ജഅലൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ പള്ളിയാക്കി വെച്ചവരോട് അല്ലാഹുവിന് ദേഷ്യമുണ്ട് എന്ന് ഹബീബുനാ നബി തങ്ങൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും ശിർക്കിലേക്ക് പോയ ഗുരുതരമായ ഘട്ടം നബി തങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഹബീബ് വഫാത്താകാൻ പോകുന്നുവെന്ന സൂചന ഇതിലുണ്ട്. അമ്പിയാക്കന്മാരുടെ ഖബറുകളെ അവരെ എന്ത് ചെയ്തു? മസാജിദുകളാക്കി.
അല്ലാഹു തആല അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് സ്വഹാബിനെ ഓർമ്മപ്പെടുത്തി അവസാനം മുത്തനബി തങ്ങൾ പറയുന്നു വമാ മലകത് ഐമാനുക്കും, നിസ്കാരത്തിന്റെ കാര്യം ഓർക്കണേ ഉമ്മത്തികളെ, നിസ്കാരം മറന്നു പോവല്ലേ. വമാ മലകത് ഐമാനുക്കും, നിങ്ങൾക്ക് അല്ലാഹു അധികാരം തന്ന നിങ്ങളുടെ കീഴിൽ പാർക്കുന്ന അടിമകള്, അല്ലെങ്കിൽ സ്ത്രീകള്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാര്, നിങ്ങളുടെ എംപ്ലോയികള്, അവരോടൊക്കെ നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണേ. അല്ലാഹുമ്മ റഫീഖൽ അഅല എന്ന് പറഞ്ഞ് അവസാനം ഉച്ചരിച്ച് മാത സയ്യിദുൽ മുർസലീൻ, ലോകത്തിന്റെ ഗുരു അംബിയാഇന്റെ നേതാവ് ലോകത്തോട് വിട പറഞ്ഞു. ഹബീബുനാ റസൂലുള്ളാഹ് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ജമാഅത്ത് നിസ്കാരത്തിന് ഇമാം നിൽക്കാനുള്ള ആഗ്രഹത്തില് ഹബീബായ നബി ഞങ്ങൾ കൊടുത്ത ഉപദേശങ്ങളൊക്കെ നോക്കൂ. അവസാന നേരമായപ്പോ എല്ലാം ഇടപാടുകൾ തീർക്കുകയാണ്. ആരോടെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ എന്ന് ഹബീബ് മാപ്പ് ചോദിച്ചു നബി ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് റാഹത്തുള്ള മരണം! ആ പരിശുദ്ധമായ മുഖത്ത് നിന്ന് പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും സ്വഹാബികൾ കണ്ടില്ലല്ലോ. പരിശുദ്ധമായ ഹബീബിന്റെ ശരീരം 3 ദിവസമാണ് സ്വഹാബിമാർ അവിടെ വെച്ചത് മറവ് ചെയ്യാതെ. സ്വഹാബത്തിന്റെ ഒരു ഇജ്തിഹാദ് അങ്ങനെയായിരുന്നു. ഖലീഫ ആരാണ്, ഹബീബിന്റെ കാലശേഷം ആരാണ് ഉമ്മത്തിനെ നയിക്കേണ്ടത്, അതിൽ തീരുമാനമാവാതെ ഹബീബിനെ മറവ് ചെയ്യണ്ട എന്ന് സ്വഹാബികൾ തീരുമാനിച്ചു. ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം വരികയാണ്. 3 ദിവസം വെച്ച ശരീരത്തിൽ നിന്ന് സുഗന്ധമല്ലാതെ മറ്റൊന്നും വന്നില്ല. ഉദ്ലിമത്തിൽ മദീന യൗമ തൂഫിയ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ അന്ന് മദീനക്ക് ഇരുട്ടായിരുന്നു. മദീനയിലൊന്ന് പകലുണ്ടായിട്ടില്ല. മദീനയുടെ പകലിന് പോലും വെളിച്ചമില്ലായിരുന്നുവെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നോക്കണം, സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, പ്രഭയില്ലാത്തത് കൊണ്ടല്ല. ഹബീബ് എന്ന പ്രഭ നഷ്ടപ്പെടുമ്പോൾ അവിടെ പിന്നെ പ്രഭ വേണ്ട. തനവ്വറത്തിൽ മദീന യൗമ ദഖലഹാ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്ത റബീഉൽ അവ്വലിൽ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്ക് വെളിച്ചമായിരുന്നു എന്ന് പരിശുദ്ധരായ സ്വഹാബിമാർ. ഹബീബ് വഫാത്തായപ്പോൾ പകലിന് പോലും ഇരുട്ടായിരുന്നു. ഹബീബ് ഹിജ്റ ചെയ്ത് കടന്നു വന്നപ്പോ രാത്രിക്ക് പോലും വെളിച്ചമായിരുന്നു. ട്യൂബ് ലൈറ്റിന്റെ ആവശ്യം വന്നില്ല. ഇരുളില്ലാത്ത ഒരു രാത്രി മദീനയിൽ കഴിഞ്ഞത് എന്നാണോ ഹബീബിനെ ത്വലഅൽ ബദ്ർ ചൊല്ലി സ്വീകരിച്ചത് അന്നായിരുന്നു. ഹബീബ് വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ്, വെള്ളപ്പുതപ്പ് മൂടി കിടക്കുന്ന ഹബീബിനെ മരണത്തിന്റെ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല സിദ്ദീഖ് എന്നവർക്ക്. ഒരൽപ്പം ദൂരെയായിരുന്നു. ഓടി വന്ന് ഹബീബ് വഫാത്തായോ എന്ന് സ്ഥിരീകരിക്കാൻ വരുമ്പോ സിദ്ദീഖ് തങ്ങൾ ആ മുഖത്തെ വസ്ത്രം നീക്കിയിട്ട് ആ പരിശുദ്ധമായ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞില്ലയോ, യാ റസൂലല്ലാഹ്, നബിയേ, സിബ്ത ഹയ്യം വമയ്യിതാ. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും നബിയേ, എന്തോ ഒരു സുഗന്ധം അങ്ങേക്ക്. അങ്ങ് നല്ലവരല്ലോ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും എന്ത് സുഗന്ധം നബിയേ നിങ്ങൾക്കെന്ന് ആ മുഖത്തെ ചുംബിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് സ്വഹാബത്തിനോട് വിളംബരം ചെയ്യുന്നത്. ഉമർ എന്നവർ നടക്കുന്നുണ്ട് പിന്നിലൂടെ, എന്റെ റസൂൽ വഫാത്താ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ തലവെട്ടും. ഇല്ല ഉമറേ, ഹബീബ് പോയി ഉമറേ, റസൂലുള്ള പോയി ഉമറേ, ഹബീബ് നമ്മളോട് യാത്ര പറഞ്ഞു ഉമറേ. ആരാണിനി നമുക്കുള്ളത് ഉമറേ? അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു കൊണ്ടുപോയി ഉമറേ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. ഹബീബ് അല്ലാഹുവിന്റെ ദൂതരല്ലയോ ഉമറേ? ഹബീബ് എങ്ങനെയാണ് മരിച്ചില്ല എന്ന് പറയുന്നത്? ഹബീബിന് മരിക്കണ്ടയോ? അള്ളാന്റെ ദൂതരല്ലേ, ഹബീബ് മനുഷ്യരായി ജനിച്ചവരല്ലേ?
ഹബീബ് അല്ലാഹുവിന്റെ അബ്ദല്ലയോ, ഹബീബ് വഫാത്തായിട്ടുണ്ട്. ഹബീബ് തങ്ങൾ കൊല്ലപ്പെടുകയോ വഫാത്താവുകയോ ചെയ്താൽ നിങ്ങൾ പുറംതിരിഞ്ഞ് നടക്കുകയാണോ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തോതുമ്പോഴല്ലേ സ്വഹാബിമാർ അത്ഭുതപ്പെട്ടത്. ഹാഫിളീങ്ങളായ സ്വഹാബിമാർ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? അള്ളാഹു ഇതൊക്കെ പറഞ്ഞു വെച്ചിരുന്നോ? ഹബീബ് യാത്രയാകുമെന്ന് അള്ളാഹു ആദ്യമേ അറിയിച്ചിരുന്നുവോ? സ്വഹാബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോ, കച്ചവടം പൊളിഞ്ഞു പോകുമ്പോ, ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോ, ആരോഗ്യത്തിന് പകരം അല്ലാഹു ചാല രോഗങ്ങൾ തരുമ്പോ, മക്കളിലൂടെ പരീക്ഷണം തരുമ്പോ, നാട്ടില് വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, നിങ്ങൾ ഓർക്കണേ, ഞാൻ മരിച്ചു പോകുന്നതിലൂടെ, ഞാൻ വഫാത്താവുന്നതിലൂടെ ഉമ്മത്തിനുണ്ടായ നഷ്ടം എത്രയാണ്, പരീക്ഷണം എത്രയാണെന്ന് എന്റെ മരണം നിങ്ങൾ ഓർക്കണേ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുസീബത്ത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ റബ്ബിൽ ആലമീൻ. الصلاة والسلام عليك يا قائد الغر المحجلين. മുത്തനബി തങ്ങൾക്ക് ശേഷം സ്വഹാബിമാർ ഓരോരുത്തരായി ലോകത്തോട് വിട പറഞ്ഞതിൽ അത്ഭുതമുള്ള മരണമാണ് ഫാറൂഖ് തങ്ങളുടേത്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടേത്. അല്ലാഹു നമ്മുടെ മരണമൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ. മരിക്കാൻ പോകുന്ന റൂമിലേക്കാണ് മഹാനായ മർഹൂം ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന ലോകം കണ്ട പ്രഗൽഭനായ അലിമീങ്ങളിലും സാദാത്തീങ്ങളിൽ പ്രഗൽഭൻ മഹാനായ ശംസുൽ ഉലമ ആ വഫാത്താകുന്ന റൂമിൽ കിടക്കുമ്പോഴല്ലേ പറഞ്ഞത്, എല്ലാവരും ഒന്ന് പുറത്തു പോവണം, ചില ആളുകൾക്ക് വരാൻ സ്ഥലം കൊടുക്കണം, പുറത്തു പോവണം. ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ ഒരാൾ അന്ന് ശൈഖുനയുടെ കൂടെ റൂമിലുണ്ട്. നന്ദി ദാറുസ്സലാമിൽ പഠിച്ച ഉസ്താദിന്റെ ശിഷ്യനുണ്ട്, ശൈഖുനയുടെ ശിഷ്യനുണ്ട് അവിടെ. മഹാനവറുകൾ വഫാത്താകുന്ന സമയം എല്ലാവരോടും പുറത്തു പോവാൻ വേണ്ടി പറയുന്നു. ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട്, സ്ഥലം കൊടുക്കണം. അവർ മനുഷ്യരല്ല, അവർ ജിന്നുകളല്ല, അവരെ ശംസുൽ ഉലമക്കല്ലാതെ അവിടെ കാണാൻ പറ്റിയിട്ടില്ല. അത് അല്ലാഹുവിന്റെ മുഖറബീകളായ മാലാഖമാരുടെ ഹദ്റത്തായിരുന്നു. മാലാഖമാർ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മുഅ്മിനീങ്ങൾക്ക് മലക്കുകളെ കാണാൻ കഴിയുമത്രേ മരണം ആസന്നമാകുമ്പോ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഹസൻ ഇബ്നു അലി എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞ് 150 കൊല്ലം കഴിഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ മഹാൻ വഫാത്താകുന്ന അവസാനത്തെ സെക്കൻഡിലല്ലേ പറഞ്ഞത്, തന്റെ അനുജനടുത്തുണ്ട്, ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. ജ്യേഷ്ഠനോട് ചോദിച്ചു, അല്ലൈക്ക, എന്താ നിങ്ങൾ ഈ നേരത്തെ ഈ ഖുർആനിന്റെ ആയത്തോതാൻ കാരണം? ഇത് കൂലി കിട്ടാൻ ഓതുന്ന ഓത്താണോ? അതല്ല, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവര് അംബിയാഇന്റെ കൂടെയാണ് നാളെ എന്ന് പറയുന്ന ഈ ആയത്തിൽ നിങ്ങൾ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ടുണ്ടോ? എന്താണ് ഇന്നേരം നിങ്ങൾ ഓതുന്നത്? ഞാനിത് വെറുതെ ഓതിയതല്ല. ബൽ അറാ റസൂലല്ലാഹ്, മുഹമ്മദ് നബിയെ ഞാൻ കാണുന്നു. യദ്ഹഖുലി, ഹബീബദാ എന്നോട് ചിരിക്കുന്നു, ഹബീബദാ എന്നോട് പുഞ്ചിരിക്കുന്നു. ഞാൻ റസൂലിനെ കാണുന്നിതാ. യുബശ്ശിറുനി ബിൽ ജന്ന, ഹസൻ ഇബ്നു അലി എന്ന ഈ മഹാനവറുകളോട് നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഹസൻ ഇബ്നു ഹയ്യ്, അൽ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു ആണിത്. മഹാനവറുകളോട് പറയുന്നു, യുബശ്ശിറുലി ബിൽ ജന്ന, എനിക്ക് സ്വർഗമുണ്ടെന്ന് എന്നോടതാ എന്റെ റസൂൽ പറയുന്നു.
ഞാൻ ഹബീബിനെ കാണുന്നുണ്ട്, നബി എന്നോട് ചിരിക്കുന്നുണ്ട് എന്ന് മരണനേരത്ത് പറഞ്ഞ ഹിജ്റ 150 വഫാത്തായ മഹാൻ ഹസൻ ഇബ്നു ഹയ്യ് റളിയല്ലാഹു അൻഹു, അറൽ മലായിക, മലക്കുകളെ ഞാൻ കാണുന്നുണ്ട്, വഅറൽ ഹൂറൽ ഈൻ, സ്വർഗീയമായ അനുഗ്രഹങ്ങളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് കണ്ടു. അല്ലാഹുവേ, അങ്ങനെ സന്തോഷത്തോടെ യാത്ര പറയാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. ദുനിയാവിൽ ഒച്ചപ്പാടുകളെ കൊണ്ട് കാര്യമായില്ല, ബഹളങ്ങളെ കൊണ്ട് കാര്യമായില്ല. നമ്മളുണ്ടാക്കുന്ന സ്ഥാപനമോ നമ്മുടെ പ്രസ്ഥാനമോ നമ്മുടെ കഷ്ടപ്പാടുകളോ അധ്വാനമോ എല്ലാം സ്വീകരിക്കപ്പെട്ടോ എന്നറിയുന്ന നേരം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ യാത്ര തിരിക്കുന്ന സമയമാണ്. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് വുദൂഓടുകൂടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നല്ല റാഹത്തോടെ മരിക്കാൻ കഴിഞ്ഞ ആളുകൾക്കല്ലേ രക്ഷപ്പെട്ടു എന്ന് സമാധാനിക്കാൻ കഴിയൂ. അവിടെയല്ലേ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയൂ. നിശാനെ മർദ മുഅ്മിൻ ഗോയം, മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ. ആരാണ് സത്യവിശ്വാസി, ആരാണ് മുഅ്മിൻ, എവിടെയാണ് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്നത്, എപ്പോഴാണ് രക്ഷപ്പെട്ടെന്ന് പറയാൻ കഴിയുന്നത്? മരിക്കുമ്പോൾ ചുണ്ടുകളിൽ ആർക്കാണോ പുഞ്ചിരിയുള്ളത് അവരല്ലേ മുഅ്മിൻ. ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്തിട്ടെന്താണ്? മരിക്കുന്ന സക്കറാത്തിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര വലിയ ദൗർഭാഗ്യവാൻ. മയ്യത്ത് കുളിപ്പിച്ചിട്ട് സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ല യുവാവ് ഒരു ആക്സിഡന്റിൽ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മയ്യത്തിന്റെ മീതെ വെള്ളം ഒഴിച്ചപ്പോഴേക്കും ആ മയ്യത്ത് കറുകറുത്ത കരിക്കട്ട പോലെ കരിഞ്ഞു പോയിട്ടുണ്ട്. സമകാലികരായ അലിമീങ്ങൾ, ജീവിച്ചിരിപ്പുള്ള അലിമീങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മയ്യത്ത് കറുത്തിരുണ്ടുപോയി, മയ്യത്തിൽ നിന്ന് ദുർഗന്ധം വരാൻ തുടങ്ങി. എന്തേ കാരണം? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കാരം എന്ന സംഭവമേ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അറിയാത്തത് കൊണ്ടല്ല, പഠിക്കാത്തത് കൊണ്ടല്ല, കൈകാലുകൾ അള്ളാഹുവിന് വേണ്ടി വഴങ്ങാൻ ഒരുക്കമായിരുന്നില്ല. ബൈക്കിൽ ഓടിച്ചിട്ടുണ്ട്, കാറിൽ ഓടിച്ചിട്ടുണ്ട്, സ്പോർട്സിന് പോയിട്ടുണ്ട്, ആനന്ദങ്ങൾക്ക് പോയിട്ടുണ്ട്, ക്ലബിന്റെ ഒരുപാട് സജീവ പ്രവർത്തകനാണ്. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സൗഭാഗ്യം കിട്ടാത്ത മനുഷ്യൻ, നല്ല വെളുവെളുത്ത ചെറുപ്പക്കാരനായ മനുഷ്യൻ, ആ കുളിപ്പിക്കുന്ന വെള്ളം ഒഴിച്ചപ്പോഴേക്കും കരിക്കട്ട പോലെ കറുത്തുപോയത്. അള്ളാഹുവേ, ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ തമ്പുരാനെ, ഹുസ്നുൽ ഖാതിമത്ത് നൽകണേ തമ്പുരാനെ. എപ്പോഴും മദ്യഷാപ്പിലൂടെ കടന്നു പോകുന്നവർ, മദ്യം വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവർ, ATMന്റെ മുമ്പിൽ നിൽക്കുന്ന ക്യൂ പോലെ മദ്യഷാപ്പിന്റെ ബീവറേജിന്റെ മുമ്പിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് കുപ്പിയും വാങ്ങിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ വല്ല പോണ്ടിച്ചേരിയിലോ മാഹിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലോ വളരെ കൂളായിട്ട് മദ്യത്തിന്റെ കുപ്പികൾ വീട്ടിൽ കൊണ്ടുവന്നും കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടും ആരാരും അറിയില്ലെന്ന് പറഞ്ഞ നൈറ്റ് ക്യാമ്പിങ്ങിന് പോയിട്ടും മദ്യപിച്ചിട്ട് വരുമ്പോ കള്ളു കുടിച്ച് മതോന്മത്തരായി ജീവിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് നാവിലും ചുണ്ടിലും ചുണ്ടിനടിയിലും ഇഞ്ചക്ഷനായിട്ടും അല്ലാതെയും മയക്കുമരുന്ന് ഉപയോഗിച്ചൊരു ചെറുപ്പക്കാരനോട് മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിൽ മോനെ ഒന്ന് കലിമ ചൊല്ലു മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരന് കൊടുക്കാനുള്ള മറുപടി, നീ ആദ്യം കുടിക്ക് എന്നിട്ട് എനിക്ക് മതി, നീ ആദ്യം കുടിക്ക് എന്നിട്ട് എനിക്ക് മതി, നീ ആദ്യം കുടിക്ക് എന്നിട്ടേ ഞാൻ കുടിക്കൂ എന്ന് അവസാന വചനം ചൊല്ലി മരിക്കാനുണ്ടായ കാരണം ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മമേതോ ആ കർമ്മത്തിലാണ് അല്ലാഹു തആല അവർക്ക് ആഖിബത്ത് കൊടുക്കുന്നത്. അല്ലാഹുമ്മ സുലിഹ്നാ വഅസ്ലിഹ് ശബാബനാ വഅസ്ലിഹ് ഉമ്മതനാ വഇമ്മതനാ യാ റബ്ബൽ ആലമീൻ. ഈ സമൂഹത്തിന്റെ യുവാക്കളെ, യുവതികളെ നന്നാക്കണേ തമ്പുരാനെ, ഞങ്ങളെ നന്നാക്കണേ റബ്ബേ, ഇമാമുമാരെ, ഇമ്മത്തുകളെ നന്നാക്കണേ റബ്ബേ, സാധാരണക്കാരെ നന്നാക്കണേ റബ്ബേ, സമ്പന്നന്മാരെയും പാവപ്പെട്ടവരെയും ഞങ്ങളുടെ സഹോദരിമാരെയും നന്നാക്കണേ തമ്പുരാനെ. എവിടെയാണോ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെയാണ് മരണം. വ്യഭിചാരം എപ്പോഴെങ്കിലും ആരും കാണാത്തിടത്ത് പ്രവാസികളായ കുടുംബങ്ങളുടെ കുടുംബിനികളെ അള്ളാഹുവിനെ പേടിച്ചോളൂ.
നിങ്ങൾക്ക് ചുറ്റും കഴുക കണ്ണുമായി നടക്കുന്ന പിശാചിന്റെ കോലങ്ങൾ നാടുകളിൽ ധാരാളമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ചാരിത്രമാണ്. അത് നിങ്ങളെ തൊടാനോ നിങ്ങളുടെ ശരീരം അനുവദിക്കപ്പെട്ട നിങ്ങളുടെ ഭർത്താവിനോടല്ലാതെ നിങ്ങളൊരു പ്രേമത്തിന്റെ വാക്കിന്റെ പിന്നാലെ പോയിട്ട് വ്യഭിചാരം ചെയ്തു പോവല്ലേ. സഹോദരിമാരെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയ ഒരു ഇണയെ നിക്കാഹിലൂടെ സത്യസന്ധമായി സ്വീകരിച്ച് സന്തോഷകരമായ അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കേണ്ടതിന് പകരം റോഡിലൂടെ, നാടിലൂടെ, കോളേജിലൂടെ പഠിച്ചിറങ്ങുന്ന സർവ്വ കുട്ടികളുടെ പിന്നാലെ കണ്ണോടിച്ച് കണ്ണുകളെ മലിനമാക്കുമ്പോ ഒന്നോർക്കേണമേ, രഹസ്യമായി ചെയ്യുന്ന വ്യഭിചാരം ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും അല്ലാമുൽ ഗുയൂബായ അല്ലാഹു അത് കാണുന്നില്ലേ? ആരും അറിയില്ലെന്ന് വിചാരിച്ച് വാതിലടച്ച് ചെയ്യുന്ന ഒരു തിന്മ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അറ്റാക്കിന്റെ രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് മരണം നൽകുന്നതെങ്കിൽ, നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും വാതിൽ ചവിട്ടി പൊളിച്ചിട്ടെങ്കിലും നിങ്ങളുടെ മയ്യത്തെടുക്കാൻ കാണുമ്പോ, മയ്യത്തിന്റെ അരികത്തേക്ക് വരുമ്പോൾ ഒരു തെറ്റിൽ കിടക്കുന്ന കാഴ്ചയല്ലേ കാണുക? അള്ളാഹുവേ, ഞങ്ങൾക്ക് ബോധം നൽകണേ തമ്പുരാനെ. വ്യഭിചാരം സ്വകാര്യമായിട്ട് ആനന്ദിച്ച് തിന്മാരും കാണുന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന മരണം ആ അവസ്ഥയിലായിരിക്കും. ഒരു പ്രവാസിയായ സുഹൃത്ത് വ്യഭിചാരം സ്വകാര്യമായി ചെയ്തിട്ട് തന്റെ വാഹനത്തിനുള്ളിൽ ഏതോ ഒരു നാട്ടുകാരി പെണ്ണിനെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സ്വന്തം കാർ പാർക്കിങ്ങിന്റെ അർബാബിന്റെ മുതലാളിയുടെ കാർ ഷെഡിൽ വാഹനം കയറ്റി വെച്ച് AC ഓൺ ചെയ്തിട്ട് പാതിരാത്രിയിൽ ഏതോ ഒരു അന്യ പെണ്ണുമായി കള്ളുകുടിച്ച് വ്യഭിചാരം ചെയ്ത് കാറ് ഷട്ടർ താഴ്ത്തിയിട്ട് ഓൺ ചെയ്തിട്ട് അവരതിന്റെ ഉള്ളിൽ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു പിടിച്ചിട്ടില്ലേ? നമുക്ക് മറക്കാൻ നേരമായോ? അല്ല പിടിച്ചിട്ടില്ലേ? ആരാരും അറിയില്ലെന്ന് വിചാരിച്ച് ഷട്ടർ താഴ്ത്തി വാഹനത്തിന്റെ സൗണ്ട് കേൾക്കാനില്ല, AC ഓണാണ്. പക്ഷേ ഇവരറിഞ്ഞില്ല, വാഹനത്തിന്റെ പുക പുറത്തു പോവാൻ കഴിയാതെ AC-ക്കുള്ളിലൂടെ കാറിനുള്ളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും അവരെ മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്. നേരം പുലരുവോളം കാർ ഓണിൽ കടന്നു. രണ്ടുപേരും ഉറങ്ങിപ്പോയി. വിവസ്ത്രരായി വസ്ത്രമില്ലാതെ കിടക്കുന്ന രണ്ടുപേരും കാർബൺ ശ്വസിച്ച് ആ കാർ ഷെഡിന്റെ ഉള്ളിൽ, കാറിനുള്ളിൽ കിടന്ന് നഗ്നരായ ഹറാമിലായി മരിച്ചുപോയ രംഗം. അല്ലാഹുവേ, നിന്റെ പരമമായ കാരുണ്യം കൊണ്ട് ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. എത്ര വലിയ അപകടമാണത്! പുക വീരുമ്പോഴാണ്, കാർ ഷെഡിന്റെ ചെറിയ ഒരു ഗ്യാപ്പിലൂടെ പുക വരുമ്പോഴാണ് ഇതിനകത്ത് വണ്ടിയുണ്ടെന്നറിയുന്നത്. അത് ചവിട്ടിപ്പൊളിച്ചു നോക്കുമ്പോഴാണ് അകത്ത് കാറ് കിടക്കുന്നത്. പുക നിറഞ്ഞു കിടക്കുന്നു. ഷെഡിലൊന്നാകെ അടഞ്ഞു കിടക്കുന്ന കാർ ഷെഡായിരുന്നു അത്. നോക്കുമ്പോഴല്ലേ ഒരു ചെറുപ്പക്കാരിയും ഒരു ചെറുപ്പക്കാരനും ഹറാമിന്റെ അവസ്ഥയിൽ വ്യഭിചാരം ചെയ്ത് കിടക്കുകയാണ്. മആദല്ലാഹ്. എന്തേ ഇത് സംഭവിച്ചത്? ഒരു തിന്മ ഇഷ്ടപ്പെടുമ്പോൾ ആ തിന്മയിലായി മരിക്കാനുള്ള വഴി അല്ലാഹു കൊടുക്കുകയാണ്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. പരലോകമുണ്ടെന്ന ചിന്തയില്ലാതെ, അള്ളാഹു ഇത് കാണുന്നുണ്ടെന്ന ഓർമ്മയില്ലാതെ തിന്മയെ താലോലിക്കുന്നവരെ ഓർക്കുക. അള്ളാഹു കൊണ്ടുവരുന്ന മരണം നമ്മൾ ചെയ്യുന്ന ഒരു തിന്മയിലാണെങ്കിൽ, മയക്കുമരുന്ന് വായിലും വെച്ചിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, അങ്ങനെ ബൈക്ക് ഓടിച്ചു വരുമ്പോ, നമ്മൾ ഓടിക്കുമ്പോഴോ മറ്റൊരാൾ ഇങ്ങോട്ട് വരുമ്പോഴോ ഒരു അപകടത്തിലാണ് മരിക്കുന്നതെങ്കിൽ, ശരീരത്തിൽ മയക്കുമരുന്ന് വെച്ചുകൊണ്ടല്ലേ ചെറുപ്പക്കാരെ സ്കൂളുകളിൽ, ഹൈസ്കൂൾ ക്യാമ്പസുകൾ മുതൽ നമ്മുടെ കുട്ടികൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ലോബികളുണ്ട്. ഓർക്കേണമേ, നമ്മുടെ മക്കളെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ, ഒരു ചെറുപ്രായക്കാരനായ ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന്റെ അഡിക്റ്റായിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ സങ്കടം? എന്തിനു വേണം അങ്ങനത്തെ മക്കൾ? ഉമ്മമാരെ, സഹോദരന്മാരെ, ദമ്പതിമാരെ, മക്കളില്ലാത്തവരെ വിഷമിക്കല്ലേ. ഇങ്ങനെ വഴിവിട്ട് ജീവിക്കുന്ന മക്കളെ അള്ളാഹു നൽകുന്നതിനേക്കാളും ഖൈറ് നിങ്ങൾക്ക് മക്കൾ ജനിക്കാതിരിക്കുന്ന നിഅമത്താണ്. സങ്കടപ്പെടല്ലേ, എല്ലാം അള്ളാഹുവിന്റെ ഹിബത്താണ്. അള്ളാഹു തആല നല്ല കൺകുളിർമയുള്ള ഖബറിന്റെ മീതെ വന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യുന്ന, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ
തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും മക്കളുടെയും ഞങ്ങളുടെ മക്കളുടെ മക്കളുടെയും മരണങ്ങൾ നല്ല മരണമാക്കി തരണേ തമ്പുരാനെ. ഹുസ്നുൽ ഖാത്തിമ, നല്ല ഒരു മരണം റബ്ബിനോട് ചോദിച്ചോളൂ. അല്ലാത്ത അതിനിടയിൽ നടക്കുന്ന മുഴുവൻ സംഗതിയും സ്വീകരിക്കപ്പെട്ടോ എന്നറിയണമെങ്കിൽ അവസാന നേരത്തെ മരണമാണ്. അള്ളാഹുവിനോട് നമ്മൾ ഹുസ്നുൽ ഖാത്തിമനെ ചോദിക്കുകയാണ്. അള്ളാഹുവെ ഞങ്ങൾക്കത് നൽകണേ തമ്പുരാനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ മജൂസികളുടെ രാഷ്ട്രം തകർക്കുകയും മഹാനവറുകൾ ഇസ്ലാമിക രാജ്യം വ്യാപിപ്പിക്കുകയും ചെയ്തതിൽ മജൂസികളിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടതോഴനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു കൊല്ലനുണ്ട്, ഇരുമ്പ് പണിക്കാരനുണ്ട്, അബൂ ലുഅ്ലുഅത്തുൽ മജൂസി എന്ന് പറയുന്നവൻ. മദീനയിലാ ജീവിക്കുന്നത്. ആശകല്ലുണ്ടാക്കുന്ന ആളാണ്. ഒരു കല്ലിന്റെ മീതെ മറ്റൊരു കല്ല്, അതിനിടയിൽ ഗോതമ്പ് മണി വെച്ച് ഉരസുമ്പോഴാണെന്ന് ഗോതമ്പ് അരയ്ക്കാൻ പറ്റുള്ളൂ. രണ്ട് വലിയ കല്ല് ഒന്നിന് മീതെ മറ്റൊന്ന് വെച്ചുള്ള റഹ എന്ന് പറയുന്ന അന്നത്തെ ഗ്രൈൻഡർ, അതുണ്ടാക്കുന്ന പണിക്കാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഇവനെ കണ്ടപ്പോ പറഞ്ഞു, യാ അബാ ലുഅ്ലുആ, അല്ലയോ അബൂ ലുഅ്ലുആ, നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പറക്കുന്ന ഗ്രൈൻഡർ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണോ? കാറ്റിൽ പറക്കുന്ന കല്ലുകള് നിനക്കുണ്ടാക്കാൻ കഴിയും, നീ അത്രക്ക് നിപുണനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചപ്പോ മുഖം ചുളിച്ചുകൊണ്ട് അബൂ ലുഅ്ലുഅ മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, ബലാ, എന്നെ കൊണ്ട് കഴിയും. لأصنعن لك رحا يتحدث الناس بها أهل المشرق والمغرب. ഉമറേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരു കല്ലുണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ കല്ലിനെ കുറിച്ച് മശ്രിക്കിലും മഗ്രിബിലുമുള്ള മുഴുവൻ ആളുകളും നാളെ സംസാരമുണ്ടാകും. അങ്ങനത്തെ ഒരു കല്ല്, ഒരു ഗ്രൈൻഡറിന്റെ കല്ല് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. മഹാനവറുകളെ കൊല്ലാൻ പ്ലാൻ ഉണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടുത്തുള്ളവരോട് നോക്കിയിട്ട് പറഞ്ഞു, തവഅദനിൽ അബ്ദു, ഈ അടിമ എന്നെ പേടിപ്പിക്കുന്നുണ്ട്, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്വപ്നം കണ്ടിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഒരു കോഴി 3 തവണ മഹാനവറുകളെ കൊത്തുന്നത് കണ്ടിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ടെന്ന് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ അടിമയാണ് മഹാനായ ഫാറൂഖ് എന്നവരെ കൊല്ലാൻ ഇരുതല മൂർച്ചയുള്ള കത്തി ഉണ്ടാക്കിയത്. ആ കത്തിയിൽ വിഷം ചേർത്തു. കുത്തിന്റെ ആഘാതം കൊണ്ട് മരിച്ചില്ലെങ്കിൽ ബ്ലഡിലൂടെ വിഷം കലർന്നു പോയിട്ടെങ്കിലും പെട്ടെന്ന് മരിക്കണമെന്നാണ് അവന്റെ പ്ലാന്. ഫാറൂഖ് തങ്ങൾ നിസ്കാരത്തിന് വരുന്നു, സുബഹി നിസ്കാരത്തിന്. ഉമർ എന്നവരാണ് നിസ്കാരത്തിന്റെ ഇമാം. മഹാനവറുകൾ ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. സ്വഹാബികളെല്ലാം പിറകിലുണ്ട്. മദീനയിലെ വളരെ ചെറിയൊരു പള്ളി, ഈത്തപ്പന ഓലകൾ മറച്ച ഒരു മെഹ്റാബ്. ആ മെഹ്റാബിലേക്ക് ഹബീബിന്റെ ഷഹീദായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് ഷഹീദുൽ മെഹ്റാബിൽ ഷഹീദാവാൻ പോകുന്ന ഫാറൂഖ് എന്നവരെ സുബ്ഹി നിസ്കാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅത്തുൽ മജൂസി കടന്നു വരുന്നത്. പെട്ടെന്ന് വന്നു ഉമർ എന്നവരുടെ വയറ്റത്ത്, മഹാനവറുടെ നാഭിക്ക്, മഹാനവരുടെ കഴുത്തിന് 3 കുത്തുകളാണ് കുത്തിയത്. ആഴത്തിലുള്ള മുറിവേറ്റു. സ്വഹാബികളെല്ലാം പേടിച്ചുപോയി. മഹാനായ ഫാറൂഖ് എന്നവരെ നിസ്കാരത്തിൽ തന്നെ താഴെ വീണു. മഹാനവറുകൾ പറഞ്ഞ വാക്കെന്താണ് ആ വീഴ്ചയിൽ? വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. അല്ലാഹുവേ, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കുമല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് താഴെ വീണു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചോദിക്കുമായിരുന്നു റബ്ബിനോട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഷഹാദതൻ ഫീ ബലദി നബിയിക, നിന്റെ പരിശുദ്ധരായ നബിയുടെ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന മദീനയിൽ, ഈ മദീനയിൽ ഷഹീദാവാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണേ. ആ ദുആക്കൊരു പ്രത്യേകതയുണ്ട്. മദീനയിൽ ഷഹീദാവുക, മക്കയിൽ ഷഹീദാവുക എന്നൊക്കെ പറഞ്ഞാൽ സാധ്യത വളരെ കുറവുള്ള വിഷയമാണ്. കാരണം മക്കയിലും മദീനയിലും യുദ്ധം നടക്കാൻ പാടില്ല.
മക്കയും മദീനയും ഹറമാണ്. അവിടെ ചോരക്കളി പാടില്ല. ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാലല്ലാതെ, ആ ഒരു പ്രതിരോധമല്ലാതെ യുദ്ധം നടക്കാൻ പാടില്ലാത്ത പരിശുദ്ധമായ മക്കയും മദീനയും. ഉമർ എന്നവർ പറയുന്നു, റബ്ബേ എനിക്ക് ഷഹീദാവണം, പക്ഷെ അത് മദീനയിൽ വെച്ചാവണം. സ്വഹാബിമാര് ചോദിച്ചിരുന്നു, ഫാറൂഖ് എന്നവരെ, വല്ലാത്ത ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഷഹീദാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മദീനക്ക് പുറത്തായിക്കൂടെ, മദീനയിൽ തന്നെ വേണമെന്ന് ചോദിക്കുകയോ? അല്ലാഹുവിന് കഴിയുമല്ലോ, അല്ലാഹ്ക്ക് കഴിയുമല്ലോ. ആ മറുപടിയാണ് മെഹ്റാബിൽ നിൽക്കുന്ന ഫാറൂഖ് എന്നവരെ കുത്തേറ്റ് മരിക്കുമ്പോൾ ഷഹീദുൽ മെഹ്റാബ്, മെഹ്റാബിൽ വീണ ഷഹീദാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ഉമർ എന്നവർ 3 കുത്തേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുകയാണ്. ലോകത്തിന്റെ ഹബീബിന്റെ ഇഷ്ടതോഴനായ ഇബ്ലീസ് പോലും, ഉമറേ നിങ്ങൾ വരുന്നത് കണ്ടാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി നടക്കാൻ പോലും ഇബ്ലീസിന് ധൈര്യമില്ലെന്ന് പറഞ്ഞ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെ വീണു. വകാന അംറുല്ലാഹി ഖദറൻ മഖ്ദൂറാ. സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. ആ ആയത്തോതി വീണിരിക്കുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും നിസ്കാരം പൂർത്തിയാക്കണ്ടേ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മെഹ്റാബിലേക്ക് നിന്നു. സുബ്ഹി നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്ത് പൂർത്തിയാക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിസ്കാരം പൂർത്തിയാക്കി കഴിയുമ്പോ മഹാനായ ഉമർ എന്നവർക്ക് ബോധമില്ല, ബോധം കെട്ട് കിടക്കുകയാണ്. സൂര്യൻ ഉദിക്കാറായപ്പോ ബോധം തെളിഞ്ഞു. ചുറ്റുമുള്ള ആളുകളോട് മുഖം നോക്കിയിട്ട് പറഞ്ഞു, അസ്വല്ലന്നാസ്, ജനങ്ങളൊക്കെ നിസ്കരിച്ചോ? ജനങ്ങളെ നിസ്കരിച്ചോ? സുബ്ഹി നിസ്കാരത്തിന്റെ മഹത്വം എന്നോർക്കണേ മുഅ്മിനേ, സുബ്ഹി നിസ്കാരത്തിന്റെ മഹത്വം എന്നോർക്കണേ സഹോദരി സഹോദര. മഹാനായ ഫാറൂഖ് എന്നവർ ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ശരീരത്തിലെ ആഴത്തിൽ 3 മുറിവുകളുള്ള മഹാനാണ് ചോദിച്ചത്. ബോധം തെളിഞ്ഞപ്പോ ആദ്യം ചോദിച്ച ചോദ്യം, ജനങ്ങളെ നിസ്കരിച്ചോ? അവര് പറഞ്ഞു, നഅം യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ അവരൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. ഖാല, ഉമർ എന്നവരുടെ മറുപടി, അൽഹംദുലില്ലാഹ്, എന്റെ ഉമ്മത്ത് നിസ്കരിച്ചല്ലോ. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്, നിസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ ഒരു വിലയുമില്ല എന്ന് ആ നേരത്ത് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നിസ്കരിക്കാത്തവൻ ഈ ദീനിൽ വിലയില്ല. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. എന്തെല്ലാം പേര് പറഞ്ഞിട്ടാണെങ്കിലും, ഏതെല്ലാം ചില സംഘടനകളുടെയോ ഏതെങ്കിലും ചിന്താഗതികളുടെയോ പേര് പറഞ്ഞിട്ടെങ്കിലും, നിസ്കാരത്തിന് വാങ്ങി കൊടുക്കുന്ന നേരത്ത് നിസ്കരിക്കാതെ തസ്ബീഹിമാല പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഏതെല്ലാം ത്വരീഖത്തുകളുടെ പേരിലാണെന്നോ അല്ലാഹു അലം. ഇസ്ലാമിൽ മഅലൂമുൻ ബിദ്ദറൂറ, മഅലൂമുൻ ബിദ്ദറൂറ, ഒരു കുട്ടിക്ക് പോലും തിരിയാത്ത വിഷയമാണോ നിസ്കാരത്തിന്റെ ഫർദിയ്യത്ത്? അത്രയും നിർബന്ധമായ നിസ്കാരം ചില ത്വരീഖത്തുകളുടെ പേര് പറഞ്ഞ് നല്ല അന്തവും ബുദ്ധിയുമുള്ള മനുഷ്യന്മാർ, ആരോഗ്യമുള്ള മനുഷ്യന്മാർ, അവർ മജ്ദൂബീങ്ങളായ ഔലിയാക്കന്മാരായിട്ടില്ല. അവർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടില്ല, ബോധം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നല്ല ബോധമുള്ള ആളുകൾ നിസ്കാരത്തിന്റെ നേരമാകുമ്പോ കൂട്ടമായി ഇരുന്നിട്ട് കുറച്ച് ദിക്ർ ചൊല്ലുന്നു, തസ്ബീഹ് ചൊല്ലുന്നു, കഴിഞ്ഞു നിസ്കാരം. നിസ്കാരം എന്ന വുദൂഓടുകൂടെ വുദൂ ചെയ്ത് തക്ബീർ ചൊല്ലിയിട്ട് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ട തസ്ലീം കൊണ്ട് അവസാനിക്കുന്ന നിസ്കാരം ചെയ്യാതെ, ജമാഅത്ത് പള്ളിയിൽ നടക്കുമ്പോൾ പോലും പള്ളിയിൽ കയറാതെ പുറത്തുനിന്ന് തസ്ബീഹ് ചൊല്ലി എന്റെ നിസ്കാരം കഴിഞ്ഞു എന്ന് പറയുന്ന മലയാളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അല്ലാഹു തആല സൽബുദ്ധി കൊടുക്കട്ടെ. ആരാണാവോ ഇവരെയൊക്കെ പഴപ്പിച്ചത്? ആരാണാവോ ഇവരെയൊക്കെ വഴിതെറ്റിപ്പിച്ചത്? ഇങ്ങനെയുണ്ടോ ത്വരീഖത്തുകൾ? ശരീഅത്തില്ലാത്ത ത്വരീഖത്തുണ്ടോ? അല്ലാഹുവിന്റെ അഹ്കാമില്ലാത്ത ഒരു, അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ റബ്ബിന്റെ ദീനിന്റെ കിതാബിലും അല്ലാഹുവിന്റെ ഖുർആനിലും സുന്നത്തിലും അധിഷ്ഠിതമല്ലാത്ത ഒരു ത്വരീഖത്തുമില്ല എന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഖാദിരി ത്വരീഖത്തിന്റെ മുറബ്ബിയായ ശൈഖ്, ഇൽമിന്റെ ബഹറുമായിരുന്ന ഹസനി ഹുസൈനി പരമ്പരയുടെ സംഗമഭൂമിയായ അഷ്റഫുൽ ഖൽഖിന്റെ പേരക്കിടാവായ ഈ ഉമ്മത്തിന്റെ അത്ഭുതകരമായ യശസ്സിന്റെ കാരണക്കാരനായ ഖുതുബുൽ അഖ്താബായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശരീഅത്തില്ലാതെ അല്ലാഹുവിന്റെ ഖുർആൻ കൊണ്ടും ഹബീബിന്റെ സുന്നത്ത് കൊണ്ടുമുള്ള അഹ്കാമുകളില്ലാതെ, അതില്ലാതെ ലോകത്ത് ഒരു ത്വരീഖത്തിനും നിലനിൽക്കില്ല
നിലനിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കെ ആരാണോ ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ പഴപ്പിക്കുന്നത്? ഖാൻഖാഹുകൾ ഉണ്ടാക്കിയിട്ട്, ആരാധനാ മണ്ഡപങ്ങൾ ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കേണ്ട നേരത്ത് ആഖിലും ബാലിഗുമായ കാമിലായ മനുഷ്യന്മാർ, ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിരുന്ന് നിസ്കാരത്തിന് വാങ്ക് വിളി കഴിഞ്ഞിട്ടും ഇഖാമത്ത് കൊടുക്കുമ്പോഴും കുറച്ചാളുകൾ നിസ്കരിക്കുക, ബാക്കിയുള്ളവരോട് നോക്കി നിൽക്കുന്നത്. നിസ്കാരം മഅലൂമുൻ ബിൽ-ളറൂറ, അതിന്റെ ഫർളിയ്യത്ത് ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ, നിസ്കാരം നിർബന്ധമല്ല എന്നാരെങ്കിലും വിശ്വസിച്ചു പോയാൽ അവർ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞ റുക്കനല്ലേ നിസ്കാരം. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ ബോധം തെളിഞ്ഞപ്പോ ചോദിച്ച ചോദ്യമാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ അമീറുൽ മുഅ്മിനീൻ, അവർ നിസ്കരിച്ചു. ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഈ ദീനിൽ സ്ഥാനമില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഖീമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തുന്നവരെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിഴപ്പിക്കുന്ന ചിന്താഗതികളിലേക്ക്, പിഴച്ച പ്രസ്ഥാനങ്ങളിലേക്കൊന്നും പോവാതെ ഈ ഉമ്മത്തിനെ നീ കാക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വുളൂഇന് വെള്ളം ചോദിക്കുകയാണ്. എഴുന്നേൽക്കാൻ പറ്റാതെ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഫാറൂഖ് എന്നവരെ, എനിക്ക് വുളൂ എടുക്കാൻ വെള്ളം കൊണ്ടുവരൂ. മുഅ്മിനെ ഒന്ന് എഴുന്നേറ്റ് സലാത്ത് ചൊല്ലാൻ. 1 മണിക്കൂറായി നമ്മൾ നേരത്തെ എഴുന്നേറ്റ് ഇരുന്നിട്ട്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലല്ലേ, അല്ലാഹുമ്മ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്ക് നേരം വൈകുന്നുണ്ടോ? പക്ഷെ എന്നാൽ കുറച്ചുകൂടെ ഫാറൂഖ് തങ്ങളുടെ വിഷയം കൂടെ ഒന്നൊരല്പം 1-2 വിഷയങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരക്കുള്ളവർ പോയിക്കോളി ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ വടകര ഭാഗത്ത്, നമ്മുടെ ഈ കടമേരി നാദാപുരം ഭാഗത്ത് ഇപ്പോൾ കുറേ അടുക്കടുത്ത് പരിപാടി വരുന്നതുകൊണ്ട് ഒരു വിഷമമുണ്ട്. നിങ്ങൾക്കൊക്കെ ബോറടിച്ചിട്ടില്ല എന്നപ്പോൾ ഞാൻ ആലോചിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊക്കൊന്നും ഇനി ആരും വിളിക്കല്ലേ ദയവ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ പാറക്കടവിലെന്തോ അടുത്ത മാസം എന്തോ മനസ്സിലാ. അപ്പോ എന്ത് ചെയ്യണം, മടുപ്പ് വരും കുറെ ആകുമ്പോ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദയവ് ചെയ്തിട്ട് ഇനി അടുത്തൊന്നും വിളിക്കരുത്. ഇപ്പം ഡേറ്റും ഇല്ല, എന്നാലും എന്ത് ചെയ്യാന്ന് പറയാം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എന്നാലും നിങ്ങളൊക്കെ ഈ തിരക്കിനിടയിൽ പലരും ഗൾഫിൽ നിന്ന് വന്നവര് കുടുംബത്തിൻ്റെ ഒപ്പം ഇരിക്കേണ്ട നേരം പെണ്ണുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ എത്രയോ ദൂരം നടന്നിട്ട് കുട്ടികളെയും മക്കളൊക്കെ പിടിച്ചിട്ടായി വരുന്നത്. നിങ്ങളുടെ കൂലിൻ്റെ ഒരു പകുതിയെങ്കിലും കിട്ടണമെന്നപ്പോൾ എൻ്റെ ആഗ്രഹം. അല്ലാഹു തആല കബൂലാക്കട്ടെ. നിങ്ങൾ വന്നത് ഈമാൻ കൊണ്ടാണ്. ഞാൻ വന്നത് അങ്ങനെ തന്നെ ആക്കി തരട്ടെ പടച്ചോന്ന് റബ്ബിനോട് ഞാൻ ദുആ ചെയ്യാണ്. കാരണം നിങ്ങളോട് ഞാൻ വരാമെന്ന് വാക്ക് തന്നാൽ ഞാൻ വരും, ഇല്ലെങ്കിൽ നേരത്തെ കാലത്ത് തന്നെ അറിയിക്കും. അവിടെ അങ്ങനെ ആരാ വരുന്നില്ല എന്നൊക്കെ ഇവിടെ മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞു. ശരി തന്നെ, മാഷാ അല്ലാഹ്. നല്ല മനുഷ്യന്മാരാണ് അല്ലേ. ഒരാൾ വരുമെന്ന് പറയാം, ഇവിടെ നോട്ടീസൊക്കെ അടിച്ച് ഒക്കെ തീരുമാനമായി. ആരോഗ്യപരമായ വിഷയങ്ങൾ ആഗ്രഹം അതാണ്, നമ്മൾ എവിടെയെങ്കിലും വരും എന്ന് നോട്ടീസിൽ. അതുകൊണ്ട് നമ്മൾ ആദ്യം പറയും, നോട്ടീസ് അടിക്കേണ്ട മുമ്പ് തന്നെ സംഘാടകരോട് ഉറപ്പിച്ച് വെച്ചിട്ട് നോട്ടീസ് അടിക്കാൻ പാടുള്ളൂ. വെറുതെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നും ചെയ്യരുത്. അങ്ങനെ അറിഞ്ഞോ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടാവും, നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. അത്രയാണ് നമ്മുടെ പോളിസി. ഇതുവരെ അല്ലാഹു തആല എത്തിച്ചു തന്നു. നാളെ പറ്റിക്കുന്ന ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ, ഉസ്താദ്മാർ ഒട്ടും ചെയ്യാൻ പാടില്ല. പറ്റൂല്ലെങ്കിൽ പറ്റൂല എന്ന് ആദ്യം പറയും. അത്രേ. അപ്പോൾ ആരോ അങ്ങനെയൊക്കെ സംഘാടകർക്ക് വിഷമം ഉണ്ടാവുകയെ, മൂലിരുന്ന് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയാൻ വെറുതെ സ്വീപ്പാക്കുന്ന ആൾക്കാരെ ഓൽക്കത് രസം തോന്നുന്നുണ്ട്. ഈ സ്വീപ്പാക്കൽ കുറേ നടക്കുന്നുണ്ട് ഇപ്പോൾ. എന്തൊക്കെ പറയാം. കുറച്ചോനെ എന്ത് ചെയ്യാം, അലൈക്കും എന്ന് പറഞ്ഞ വിധങ്ങൾ നാവ് പിടിച്ചിട്ട് പറഞ്ഞു. ആവശ്യമില്ലാത്തൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ ചിലപ്പോൾ വിവരമില്ലാത്ത അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ചില വിഷയങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാൽ അതിൻ്റെ പിന്നിലൊക്കെ വലിയ വലിയ മുസീബത്ത് വരും. നമ്മൾ നിസ്സാരമായി കാണും. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അല്ലാഹു തആല
അല്ലാഹു തആല മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഇവനെ കണ്ടപ്പോ പറഞ്ഞു, യാ അബാ ലുലുആ, അല്ലയോ അബൂ ലുലുആ, നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പറക്കുന്ന ഗ്രൈൻഡർ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണോ? കാറ്റിൽ പറക്കുന്ന കല്ലുകൾ നിനക്കുണ്ടാക്കാൻ കഴിയും, നീ അത്രക്ക് നിപുണനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചപ്പോ മുഖം ചുളിച്ചുകൊണ്ട് അബൂ ലുലുആ മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, ബലാ, എന്നെ കൊണ്ട് കഴിയും. ഭാര്യ സന്തതികളിലും അള്ളാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെയൊക്കെ വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. കാരണം ഇതുപോലെയുള്ള കച്ചവടക്കാരും ജോലിക്കാരൊക്കെ നമ്മുടെ നാട്ടിലെ പള്ളി മദ്രസയും ദീനീ സ്ഥാപനങ്ങളൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ആ ഒരു ഐക്യം, അതിനുവേണ്ടി ദ്വാരന്നോളി. പള്ളിന്റെ മുമ്പ് തന്നെ പള്ളി, മദ്രസന്റെ മുമ്പ് തന്നെ മദ്രസ, ആവശ്യമില്ലാതെ തൊട്ട് മുറ്റത്ത് തന്നെ വേറെ പള്ളി, അങ്ങനെയൊന്നും വരണ്ട. അതൊക്കെ തുടങ്ങാനും ആവേശത്തിനൊക്കെ ആൾക്കാരുണ്ടാവും. അതൊക്കെ സ്ഥാപിക്കപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിച്ചതിന്റെ കുറ്റമുണ്ടാവും. അതുകൊണ്ട് അതിനാരും നിൽക്കരുത്. ഈ ഉമ്മത്തിന്റെ ഐക്യം നഷ്ടപ്പെടാതെ അല്ലാഹു തആല നമ്മളെ സന്തോഷത്തിൽ നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടി ദുആരന്നോളി. അല്ലാഹു നമ്മുടെ രാജ്യത്ത് മൊത്തം സമാധാനം അല്ലാഹു തരട്ടെ. അല്ലാഹു തആല സന്തോഷകരമായ ജീവിതം നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകത്തെല്ലായിടത്തും അല്ലാഹു നമുക്കും നമ്മുടെ സഹോദര സഹോദരിമാർക്കൊക്കെ സർവ്വ മനുഷ്യർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറെ ആളുകൾ നമ്മുടെ വളണ്ടിയേഴ്സ് അടുത്തുകൂടെ വരുമ്പോൾ നേരത്തെ കൈപൊക്കിയ ആളുകളെ ഇനി ആരെങ്കിലും കുട്ടികളെ ഏറ്റെടുക്കാൻ താല്പര്യം തോന്നുന്നവരെന്ത് ചെയ്യണം? ഒന്ന് കൈപൊക്കിയിട്ട് അവർക്ക് അഡ്രസ്സ് കൊടുക്കണം. എല്ലാവരും കിട്ടിയോ? കുറെ അൽഹംദുലില്ലാ കുറെ ലിസ്റ്റ് ഇവിടെ വന്നു. നമ്മുടെ ഇതൊരു മുഖ്യ അജണ്ടയല്ല. നമ്മുടെ ഈ സ്ഥാപനങ്ങളാകുമ്പോൾ നമ്മൾ പഠിച്ച സ്ഥാപനം ദാറുൽ ഞാൻ ആ ഒരു ബന്ധം കൊണ്ട് പറയാതെ ഞാൻ ചോദിച്ചാൽ ആരും തരലുമില്ല. വളരെ അപൂർവം. വില്യാപ്പള്ളിയിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഏറ്റെടുത്തു. അത് ഞങ്ങളെ ഒരു ചര്യയായിട്ട് കൊണ്ടുനടക്കല്ലേ, അതായത് തീർന്നെന്ന് വിചാരിച്ചാണ്. അപ്പോ അങ്ങനെ പരിപാടി എന്തായാലും എനിക്ക് ചോദിക്കാൻ കഴിയില്ല. അപ്പോ നമ്മൾ സ്വന്തം കാര്യം വേറെയുള്ളതൊക്കെ ചോദിക്കാൻ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ചെയ്യാം. നമ്മൾ കുറെ നിങ്ങളെ തിരപ്പ് കയറ്റി പേടിപ്പിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നൊക്കെ വരും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കായിട്ട് തോന്നണ്ടേ? നിങ്ങൾക്കായിട്ട് തോന്നണം. പെരിയ പോയി പഠിച്ചോനെ ഞാൻ ആ തരിപ്പിൽ കൊടുത്തുപോയി, എന്നെ കൊണ്ടാവൂലട്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കൂലി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതിൽ തെരുപ്പ് കയറ്റാത്തത്. അങ്ങനെ കുറച്ച് നിങ്ങളെ പേടിപ്പിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ തരും, എനിക്കറിയാം. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പക്ഷെ ചിലപ്പോൾ പേടിപ്പിക്കേണ്ടി വരും, എന്നാലും ഞങ്ങൾ തരുള്ളൂ. അതുകൊണ്ട് 38 ആളായിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്റെ മനസ്സിൽ ആഗ്രഹം ഒരു 100ആണ്. 38 ഇനി ഒരു 62 കൂടെ കിട്ടിയാലല്ലേ, അതും കൂടെ കിട്ടുങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കുന്നേ. പെണ്ണുങ്ങൾ എത്ര വന്നത്? സഹോദരിമാരെ ഭാഗത്തുനിന്ന് വല്ലതും വന്നോ? ഉണ്ട്, വല്ലതുണ്ട്. ഒരു 4 ആളത്തോടെ പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരു 100 കുട്ടികളും സ്ഥിരമായിട്ട് നമുക്ക് ഇതാ ഓരോ കൊല്ലം അള്ളാഹു തന്ന ചെയ്തോളി. ഇത്രയ്ക്ക് ഈ ദുന്യാവിലെ സമ്പത്തുകൊണ്ട് നമുക്ക് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ ചെലവും നമ്മുടെ ജീവിതഭാരവും തീർന്നിട്ട് ഒന്നും ഒരു പൈസ ഒരാൾക്കും കൊടുക്കാൻ കഴിയില്ല. സ്വതക്ക ചെയ്യാനും പറ്റൂല. എന്റെ കുട്ടിനെ കെട്ടിച്ചിട്ടില്ലല്ലോ, എന്റെ പെരപ്പണി കഴിഞ്ഞിട്ട് എന്റെ മാലി എന്താ നിനക്കുള്ളത്? ഒന്നുമില്ല. 3 കഫംപുടല്ലാതെ എന്താ അവിടെ കൊണ്ടുപോവാ? ഒന്നും കൊണ്ടുപോവില്ല. അപ്പോ അൽഹംദുലില്ലാ 4 കുട്ടികൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഇവനെ കണ്ടപ്പോ പറഞ്ഞു, യാ അബാ ലുലുആ, അല്ലയോ അബൂ ലുലുആ, നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പറക്കുന്ന ഗ്രൈൻഡർ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണോ? കാറ്റിൽ പറക്കുന്ന കല്ലുകൾ നിനക്കുണ്ടാക്കാൻ കഴിയും, നീ അത്രക്ക് നിപുണനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചപ്പോ മുഖം ചുളിച്ചുകൊണ്ട് അബൂ ലുലുആ മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, ബലാ, എന്നെ കൊണ്ട് കഴിയും. നമുക്ക് നിലനിർത്തണം. ഇതിനൊക്കെ പടുത്തുയർത്താൻ ഒരുപാട് ആൾക്കാർ അധ്വാനിച്ച് നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് അങ്ങനെ ഇല്ലാണ്ടായി പോവാനേ വലിയ പണിയൊന്നുമില്ല. ഒരു പണിയെടുക്കാൻ മതി. പക്ഷെ എന്ത് ചെയ്യണം? നമ്മൾ നിലനിർത്തണം. അത്രയെങ്കിലും നമ്മളെ കൊണ്ടാവണ്ടേ? ഇത്രയൊക്കെ ആക്കി തന്ന് നമ്മൾ ആ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുത്ത്, കെട്ടിടമുണ്ട്, അവർക്ക് ഭക്ഷണം, വെള്ളം, ഉസ്താമാർക്ക് ശമ്പളം, കാര്യം ഒരു മുടക്കില്ലാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വലിയ സൗഭാഗ്യമല്ലേ? അതിന്റെ മുൻഗാമികൾ മറ്റതൊക്കെ ചെയ്തു വെച്ചില്ലേ നമുക്ക് വേണ്ടി. അതുകൊണ്ട് അള്ളാഹു തആല വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത് വിജയിപ്പിക്കും എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ 38 + 4 അല്ലെ, അപ്പൊ 42. എന്റെ ഒരു ആഗ്രഹം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്. എന്ത് ചെയ്യണം? ഒരു 100 കുട്ടികളെങ്കിലും ഈ ആഗ്രഹമുണ്ട്.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഇവനെ കണ്ടപ്പോ പറഞ്ഞു, യാ അബാ ലുലുആ, അല്ലയോ അബൂ ലുലുആ, നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പറക്കുന്ന ഗ്രൈൻഡർ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണോ? കാറ്റിൽ പറക്കുന്ന കല്ലുകള് നിനക്കുണ്ടാക്കാൻ കഴിയും, നീ അത്രക്ക് നിപുണനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചപ്പോ മുഖം ചുളിച്ചുകൊണ്ട് അബൂ ലുലുആ മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, ബലാ, എന്നെ കൊണ്ട് കഴിയും. ഒരു ഉത്തരം കണ്ടുവെച്ചോളി തരാത്തോരെ ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ചോദിക്കാണ്, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭാര്യക്കും കുടുംബത്തിനൊന്നല്ല, നമ്മളെ സ്ഥാപനത്തിനാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ജയിപ്പിക്കട്ടെ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കുത്തേറ്റ് കിടക്കുകയാണ്. ജനങ്ങൾ നിസ്കരിച്ചോ? നഅം യാ അമീറുൽ മുഅ്മിനീൻ, അവരൊക്കെ നിസ്കരിച്ചു. ഫഇന്നഹു ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നിസ്കരിക്കാത്തവർക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ അങ്ങാടിയിലൂടെ നടക്കുമ്പോ ഇവനെ കണ്ടപ്പോ പറഞ്ഞു, യാ അബാ ലുലുആ, അല്ലയോ അബൂ ലുലുആ, നീ പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പറക്കുന്ന ഗ്രൈൻഡർ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. ശരിയാണോ? കാറ്റിൽ പറക്കുന്ന കല്ലുകള് നിനക്കുണ്ടാക്കാൻ കഴിയും, നീ അത്രക്ക് നിപുണനാണെന്ന് പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് ഫാറൂഖ് എന്നവർ ചോദിച്ചപ്പോ മുഖം ചുളിച്ചുകൊണ്ട് അബൂ ലുലുആ മഹാനായ ഫാറൂഖ് എന്നവരോട് പറഞ്ഞു, ബലാ, എന്നെ കൊണ്ട് കഴിയും. അങ്ങ് ശുദ്ധി വരുത്തുക. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ആ ഇസ്ലാമിന്റെ റുക്ന് കാത്തു സൂക്ഷിക്കുന്നവരാക്കി അല്ലാഹു മാറ്റി തരട്ടെ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വുദൂഇന്റെ വെള്ളം കൊണ്ടുവരൂ. വെള്ളം കൊണ്ടു കൊടുക്കുന്നു. സൂചിപ്പിക്കേണ്ട ഇടക്ക് എന്ത് ചെയ്യാ, നമ്മളെ ഈ പദ്ധതിയിൽ ബാക്കിയുള്ളതും കൂടെ ഇൻഷാ അല്ലാഹ് ഒരു 58 കൂടെ കുട്ടികളും കൂടെ ആവണം. അത് ലാസ്റ്റ് തന്നാൽ മതി ലിസ്റ്റ് ഇൻഷാ അല്ലാഹ്. അതായി എന്ന് കേട്ടാൽ ഞാൻ സന്തോഷത്തോടെ റാഹത്തോടെ ഇവിടുന്ന് പോവാലോ. അൽഹംദുലില്ലാഹ്, ആ ഒരു സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു വിജയിപ്പിക്കട്ടെ. വുദൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉമർ എന്നവര് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. മഹാനവറുകൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ പോകുന്നു. 3 കുത്തേറ്റ് നിൽക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോവാ. പനി പിടിച്ചിട്ട് നിസ്കരിക്കാത്ത പോലെ ആലോചിച്ച് നോക്കിക്കോളി. 3 കുത്തേറ്റ് കിടന്നിട്ട് എഴുന്നേൽക്കാൻ നിൽക്കുന്നു ഫാറൂഖ് എന്നവരെ. കഴിയുന്നില്ല. പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് മഹാനവറുകൾ ഇരുന്നിട്ട് നിസ്കരിക്കാൻ പോവുകയാണ്. ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ചോര നിൽക്കാതെ ഒലിക്കുകയാണ്. കഴുത്തിൽ നിന്ന് ചോര, വയറ്റിൽ നിന്ന് ചോര, നാഭിയിൽ നിന്ന് ചോര, വലിയ വലിയ ദ്വാരങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ പറയുന്നു, എന്റെ വാപ്പയുടെ വയറ്റത്ത് ചോര വരുമ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞു വെച്ച് നോക്കി ചോര വരാതിരിക്കാൻ. എന്റെ കൈ ഉമർ എന്നവരുടെ വാപ്പായുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആഴത്തിലുള്ള മുറിവാണ്. കൈവച്ച് നിന്നിട്ടും ചോര നിൽക്കുന്നില്ല. അപ്പോഴാണ് ഞങ്ങളൊരു തലപ്പാവ് കൊണ്ടുവന്ന് ഫാറൂഖ് എന്നവരുടെ വയറ്റത്ത് കെട്ടിക്കൊടുത്തു. ചോര നിൽക്കണ്ടേ? നിൽക്കുന്നില്ല. അവർക്ക് നിസ്കരിക്കാൻ ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വയറ്റത്ത് മുഴുവനും തുണി വെച്ച് കെട്ടിയിട്ടെന്ന് നിസ്കരിച്ചു. ആ സുബഹി നോക്കണം, സുബഹി നിസ്കരിച്ചു, ഖളാ വിട്ടാണ് നിസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. 10-25 വയസ്സേ ഉള്ളൂ. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവർക്ക് ആ സമയം മഹാനവറുകളോട് ഉമർ എന്നവർ ചോദിച്ചു, ഉൻദുർ മൻ ഖതലനി, ആരാണ് എന്നെ കൊന്നത് എന്നൊന്ന് നോക്കണേ. ആരാ എന്നെ കൊന്നത്? ആദ്യം ചോദിച്ചത് അതല്ല. ആദ്യം ചോദിച്ചത് എന്താ? നിസ്കരിച്ചോ? ആൾക്കാരെ നിസ്കരിച്ചോ? എന്നാൽ നിസ്കരിക്കാത്തവന് ഒരു സ്ഥാനം ഇസ്ലാമിലില്ല. ഞാൻ നിസ്കരിക്കട്ടെ, എന്റെ സുബഹി ഞാൻ ഖളാ വിട്ടിട്ടില്ല. ആ വയറ്റത്ത് തുണി വെച്ച് കെട്ടിയിട്ട് നിസ്കരിക്കുക. കാരണം കൈ പോലും വയറ്റിന്റെ ഉള്ളിലേക്ക് പോവാൻ മുറിവിന്റെ ആഴം കൊണ്ട്. എന്തായിരിക്കും അല്ലേ? ഒരു വേദന സംഹാരിയോ ഒരു ഇഞ്ചക്ഷനോ പോലും എടുക്കാൻ പറ്റാത്ത കാലല്ലേ അത്. എന്തായിരിക്കും ആ വേദന? എങ്ങനെയായിരിക്കും ആ സഹിച്ചത് ഫാറൂഖ് റളിയല്ലാഹു അൻഹു? യാ അല്ലാഹ്,
ഇബ്നു അബ്ബാസേ ഉൻദുർ മൻ ഖതലനി, ആരാണ് എന്നെ കൊന്നത് എന്ന് നോക്കണേ. ഇബ്നു അബ്ബാസ് എന്നവരെ പറഞ്ഞു, തുഅനകൽ ഗുലാമുൽ മജൂസി, നിങ്ങൾക്ക് കാറ്റിൽ പറക്കുന്ന ഗ്രൈൻഡറിന്റെ കല്ലുണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ആ മജൂസിയാണ് അബൂ ലുഅലുഅത്ത് എന്ന് പറയുന്ന തീ ആരാധകനായ ഇറാനിയാണ് നിങ്ങളോടത് ചെയ്തത്. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉമർ എന്നവരെ, നിങ്ങളെ കുത്തിയതിന് ശേഷം ഓടുന്ന ഓട്ടത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന 13 മനുഷ്യന്മാർ അവൻ കുത്തിയിട്ടുണ്ട്. ആ 13 പേരിൽ 7 സ്വഹാബിമാർ അവന്റെ കുത്തേറ്റ് മരിച്ചിട്ടുണ്ട്. ഉമർ എന്നവരെ മാത്രമല്ല, പോകുന്ന പോക്കിൽ കുത്തി 13 ആളെ, അതിൽ 7 പേർ ഗുരുതരമായ മുറിവേറ്റവരാണ്. 7 പേര് മരിച്ചു. അതില് പള്ളിന്റെ ഉള്ളിലാപ്പതേ ഇത് മജൂസിയാണ്. സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മുടെ ആൾക്കാർ തന്നെ, മുസ്ലിമീങ്ങൾ തന്നെ പള്ളിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് അടിയും പിടിയും അല്ലേ. നമ്മൾ അഭിമാനം വരണത് അങ്ങനെ. ചില ആൾക്കാർ അഭിമാനം വരണത് അങ്ങനെ, ഞങ്ങൾ പള്ളി പൂട്ടിച്ചു, ഞങ്ങൾ ചെയ്തു അല്ലേ, അവിടുത്തെ ഖുതുബ മുടക്കി, ആ പള്ളി സീൽ ചെയ്യിച്ചു, അത് പോലീസിനെ വരുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് മുടക്കി എന്നൊക്കെ പറയണ്ട. അത് അഭിമാനം പറയണ്ട, ആരും മുടക്കിയതല്ല. പക്ഷെ അതൊക്കെ വെറുതെ അറിയാതെ അഭിമാനം പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അഭിമാനം പറയരുത്, അത് വിവരമില്ലാത്തതുകൊണ്ടാണ്. പരിശുദ്ധ ഹബീബിന്റെ ഈ ഉമ്മത്തിന്റെ ഷിആറാ നമ്മുടെ പള്ളി, നമ്മുടെ നിസ്കാരം അല്ലേ. എന്തിനാണ് ഈ ഒച്ചപ്പാടൊക്കെ? ഞങ്ങൾക്ക് പള്ളി, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളിയുടെ അധികാരം ആർക്കാണ്? അല്ലാഹുവിനാണ്. ശരിക്കും മനസ്സിലാക്കുക, പള്ളി മിൽക്കാർക്കാണ്? അല്ലാഹുവിനാണ്. ഒരു രാജാവിന് പോലും മിൽക്കല്ലെന്നതാണ്. അതിന്റെ ചരിത്ര സംഭവമുണ്ട്, ഹാറൂൺ റഷീദിന്റെ, പറയാൻ സമയമല്ല. മിൽക്ക് അല്ലാഹുവിനാണ്. പിന്നെ കമ്മിറ്റിക്കാർ, അവർക്കത് തഅമീർ ചെയ്തതിന്റെ, അതിന്റെ ഉംറാൻ, പള്ളിയെ പരിപാലിച്ചതിന്റെ കൂലി കിട്ടും. അപ്പൊ ഒരു പള്ളി നിലവിലുണ്ട്, അത് സ്ഥാപിച്ച ആളുകളുണ്ട്, അതിന് കമ്മിറ്റിക്കാരുണ്ട്. ഒരു നടത്തിക്കോട്ടെ, നിങ്ങൾ പോയി നിസ്കരിച്ചോളൂ. ആരും ആരോടും ഈ പള്ളിക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ അധികാരമില്ല. ഇത് ഞങ്ങളെ പള്ളിയാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഒരു മഖ്ലൂക്കിനും ദുന്യാവിൽ പള്ളിയെ പറ്റി പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. പിന്നെ എന്തിനാ നമ്മൾ ആ പള്ളി ഞങ്ങൾക്ക് വേണം, ഈ പള്ളി ഞങ്ങൾക്ക് വേണം, ഇത് ഞങ്ങളുടേതാക്കണം? എന്തിനാ അതിന് ഒച്ചപ്പാടുണ്ടാക്കണം? അതുകൊണ്ട് എന്താ കിട്ടാനുള്ളത്? മുഅ്മിനീങ്ങൾ വെറുക്കും, അള്ളാന്റെ മലക്കുകൾ വെറുക്കും. എത്ര തന്നെ അഭിമാനം പറഞ്ഞ് നടന്നിട്ടും കാര്യമില്ല, അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവൂലേ. അതുകൊണ്ട് ഇനിയെങ്കിലും അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. നമ്മുടെ പള്ളികള് ജുമുഅ മുടക്കുന്ന 3-4 പള്ളികൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും പരിസരത്തും ആയില്ലപ്പോ പൂട്ടിക്കിടക്കണ പള്ളികള്, ജുമുഅ നടന്നിരുന്ന പള്ളികള്, ജമാഅത്ത് നടന്നിരുന്ന പള്ളികള്. വിഷമം കൊണ്ട് പറയാണ്, എന്താണാവോ തലയില്, എന്തിനാണാവോ ഇതൊക്കെ അവര് ചെയ്യുന്നത്? ആരുടെ കയ്യടി കിട്ടാനാ അവര് ചെയ്യുന്നത്? അല്ലാഹു ആലം. അതുകൊണ്ട് പറയട്ടെ, ഏതെങ്കിലും നാട്ടിലെ ഒരു ജുമുഅ, അവിടെ സ്ഥിരമായി നിലന്നുകൊണ്ടിരിക്കുന്ന ജുമുഅ, അതിന്റെ കമ്മിറ്റിക്കാർ, അതിന്റെ മഹല്ലുകാർ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുഴപ്പമുണ്ടാക്കരുത്. ആരും ചെയ്യരുത്. അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മാത്രമെന്നല്ല, ആരും ചെയ്യരുത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ കഴിയൂലേ? പള്ളികൾക്കുള്ളിൽ ബഹളം ഉണ്ടാക്കരുത്, പള്ളികൾക്കുള്ളിൽ അടിപിടി ഉണ്ടാക്കരുത്. കമ്മിറ്റിയിൽ നുഴഞ്ഞു കയറിയിട്ട് ഞങ്ങൾക്കാവണം. എന്തിനതിന്റെ ആവശ്യം? എന്താ അള്ളാഹുവിന്റെ കിട്ടുക? മുഅ്മിനീങ്ങളെ തഫ്രീഖ് ചെയ്യരുത്, മുഅ്മിനീങ്ങളെ വിഭജിക്കരുത്. ദയവ് ചെയ്ത്. ഒരുപാട് വിഭജിച്ചു, ഒരുപാട് മനസ്സ് വേദനിപ്പിച്ചു. മഹാനായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും ആ വേർപാടിന്റെയും ആ വിഭജിച്ചതിന്റെയും പേരിൽ നിരപരാധികളായ 2 മഹാന്മാരെ കോടതിയിൽ കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട്. ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണ്ടേ? ഇനി പുറമെ വേറെ അക്കൗണ്ടൊക്കെ കയറ്റാണോ? പഴയ തന്നെ കയറിയത് എമ്പാടുണ്ട്. അതൊക്കെ അള്ളാഹുവോട് മാപ്പ് ചോദിക്കണ്ടേ? അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുത്തിട്ട് കാര്യമില്ല. നമ്മൾ തിരുത്തേണ്ടത് തിരുത്തിയല്ലേ പറ്റൂ. തെറ്റുകൾ തിരുത്തന്നെ വേണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും ഒരു വിഷമങ്ങളും, പള്ളിക്ക് മുന്നിൽ പള്ളി, ജുമുഅക്ക് മുന്നിൽ ജുമുഅ, ബാങ്കിന്റെ മുമ്പിൽ ബാങ്ക്, അനാവശ്യമായ ഈ ഏർപ്പാടുകളൊന്നും ദയവ് ചെയ്ത് ചെയ്യല്ലേ. പള്ളികളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാടുകളിൽ, രാജ്യത്തുണ്ട്. അവിടെ കൊണ്ടുപോയി ഉണ്ടായിക്കോളൂ. ഉള്ളിടത്ത് തന്നെ ഉണ്ടാക്കല്ലേ, അത് ഫിത്തനയുണ്ടാവും. ഖിയാമത്ത് നാൾ വരെ പള്ളിയല്ലേ, എല്ലാവരും ഒരുമിച്ച് പോയി എന്ന് വിചാരിക്കുക, നമ്മളൊക്കെ ഒന്നായി എന്ന് വിചാരിക്കുക. എന്നാൽ ആ പള്ളി വിളിക്കാൻ പറ്റുമോ? നമ്മൾ വിഭജിച്ചിരുന്നു, നമ്മൾ 2ആയിരുന്നു എന്നതിന്റെ അടയാളം ഖിയാമത്ത് നാൾ വരെ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പള്ളിയല്ലേ എന്ന് വിചാരിച്ച് സംഭാവന കൊടുക്കാൻ നിൽക്കണ്ട. എന്തിന്, ആർക്ക്, ആവശ്യത്തിനാണോ അല്ലേ എന്നൊക്കെ ആലോചിച്ചോളൂ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
4 ഫൈസിമാര് മാഷാ അല്ലാ. ഓരോ കുട്ടിയെ ചിറക്കൽ ഹമീദ് ഉസ്താദ്, ഖാദർ ഫൈസി, അലി ഫൈസി, ലത്തീഫ് ഫൈസി തിരുവള്ളൂര്, മാഷാ അല്ലാ. സലാലയിൽ നിന്ന് ലത്തീഫ് ഫൈസി ഉസ്താദ് വന്നത് ഒരു കുട്ടിയെ ഏറ്റെടുത്തതാണ്. അലി ഫൈസി ഉസ്താദ്, ഖാദർ ഫൈസി ഉസ്താദ്, നമ്മളെ ദുബൈയിലെ ഖാദർ ഫൈസി നമ്മളല്ലത്, മാഷാ അല്ലാഹു കബൂലാക്കട്ടെ. പിന്നെ നമ്മുടെ ഹമീദ് ഉസ്താദ്, അല്ലാഹു തആല ഇതൊക്കെ കബൂലാക്കട്ടെ യാ റബ്ബ്. 4 ഉസ്താദുമാരായി, പൊന്നു സുഹൃത്തുക്കളെ, ഉസ്താദുമാരായി ചെയ്യുന്നത് ഇനി ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്ത് ഒരു 100 ആളൊക്കെ ഇതിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഗൾഫിൽ നിന്നൊക്കെ അൽഹംദുലില്ലാഹ് 2 വള ഇതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ നിന്ന് നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ ഇത് ഓൺലൈൻ കേൾക്കുന്നുണ്ട്, അവരെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു വിജയിപ്പിക്കട്ടെ. തയ്യാറുണ്ട്. അല്ലാഹു തആല അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ആരാണ് എന്നെ കൊന്നത്? ഇബ്നു അബ്ബാസ് ഒന്ന് പോയി നോക്കൂ. ഉമർ എന്നവരെ, നിങ്ങളെ കൊന്നത് ആ മജൂസിയായ ചെറുപ്പക്കാരനാണ്, അടിമയാണ് നിങ്ങളെ കൊന്നത്. 13 പേരവൻ കുത്തിയിട്ടുണ്ട്, അതിൽ 7 പേര് മരിച്ചിട്ടുണ്ട് സംഭവ സ്ഥലത്ത് വെച്ചിട്ട്. ഗുരുതരമായ കുത്തേറ്റ് കിടക്കുന്ന നിങ്ങളെപ്പോലെ ബാക്കി 13-ൽ 6 പേര് വിഷമാവസ്ഥയിൽ കിടക്കുന്നുമുണ്ട്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ മറുപടി കേട്ടപ്പോൾ പറഞ്ഞ വാക്ക് നോക്കണം. വളരെ ചെവി തുറന്ന് നമ്മളൊന്ന് കേട്ടു നോക്കൂ. എന്താണ് ഫാറൂഖ് എന്നവരെ പറഞ്ഞത്? നിങ്ങളെ കുത്തിയത് ഒരു ജൂതൻ, ഒരു മജൂസിയാണ് എന്ന് പറഞ്ഞപ്പോ ഫാറൂഖ് എന്നവർ കൊടുക്കുന്ന മറുപടി, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ. എന്തുകൊണ്ടാ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞെന്നറിയോ? എന്നെ കുത്തിയവൻ ലം യജ്അൽ ഖാതിലി യുഹാജ്ജുനി ഇൻദല്ലാഹി ബിസജദത്തിൻ സജദഹാ ലില്ലാഹി ഖത്തു. നാളെ കുത്തേറ്റ ഞാനും എന്നെ കുത്തിയ മജൂസിയും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനോട് ഒരു സുജൂദെങ്കിലും ചെയ്തതിന്റെ പേരിൽ യാചിക്കാനോ നീതി വേണമെന്ന് പറയാനോ അർഹതയില്ലാത്തവനാണല്ലോ മജൂസി. അവൻ അള്ളാഹ്ക്കൊരു സുജൂദ് പോലും ചെയ്യാത്തവനല്ലേ. അതുകൊണ്ട് നാളെ ഞാൻ ജയിക്കും, അൽഹംദുലില്ലാഹ്. എന്താ അതിന്റെ അർത്ഥം? എന്നെ കൊന്ന ആള് ഒരു മുസ്ലിമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ മുസ്ലിമിന്റെ അമല് എന്റെ അമലിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുകയോ മറ്റോ ആണെങ്കിൽ നാളെ എനിക്ക് അള്ളാന്റെ മുമ്പിൽ ചിലപ്പോൾ തോൽക്കേണ്ടി വരും. പക്ഷേ എന്റെ പ്രതി ഒരു സുജൂദ് പോലും ചെയ്യാത്ത ആളല്ലയോ. അതുകൊണ്ട് നാളെ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അൽഹംദുലില്ലാഹ്, എന്നെ കൊന്നതൊരു മുസ്ലിം അല്ലല്ലോ. യാ അല്ലാഹ്, നോക്കണം, അമൃതങ്ങളുടെ വീക്ഷണം നോക്കണം. മഹാനവറുകളുടെ രോഗം വഷളാവുകയാണ്. ഡോക്ടർ കടന്നു വരുന്നു. ദഖലത് തബീബ്, അന്ന് ഡോക്ടർമാരുണ്ട്. ഡോക്ടർ വന്നു. ഉമർ എന്നവർക്ക് ഈത്തപ്പഴം കലക്കിയ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അപ്പോഴേക്കും വെള്ളം ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഡോക്ടർ വിചാരിച്ചു ഇത് ശരീരത്തിലെ ചോരയും അവശിഷ്ടങ്ങളും വരികയാണെന്ന്. അപ്പൊ പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പാല് കുടിപ്പിച്ചു. പാല് കുടിപ്പിച്ചപ്പോൾ ആ പാലാണ് പുറത്തു വരുന്നത്. അപ്പൊ മനസ്സിലായി കുടൽമാലകൾ ഒന്നാകെ ദ്വാരം സംഭവിച്ചിരിക്കുകയാണ്. മഹാനവറുകളുടെ ജീവനിന് നിൽക്കാൻ പോകുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഡോക്ടർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, ഫമാ ഔസി, വസിയത്ത് ചെയ്തോളൂ. നോക്കണം, മരിക്കാൻ പോകുമ്പോൾ വസിയത്ത് ചെയ്യാൻ. വസിയത്ത് ചെയ്തോളൂ. ഫമാ അദുന്നുക ഇല്ലാ മയ്യിതനിൽ യൗമ ഔ ഗദൻ. ഉമറേ, ഇന്നോ നാളെയോ നിങ്ങൾ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് വസിയത്ത് പറഞ്ഞോളൂ. ആര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. വസിയത്ത് പറഞ്ഞോളൂ, ഇന്നോ നാളെയോ നിങ്ങൾ മരിക്കും. ഫാറൂഖ് തങ്ങളുടെ മറുപടി, സ്വദഖതനി, ഡോക്ടറെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. വലൗ ഖുൽത ഗൈറ ദാലിക ലകദബ്തുക, ഞാൻ മരിക്കൂല, നിങ്ങൾക്ക് സുഖമുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ പറയുന്ന നുണയാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഉറപ്പാണ്, എനിക്കും അറിയാം ഞാൻ മരിക്കാൻ പോവുകയാണെന്ന്. അന്ന് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെ, സന്തോഷം. റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തുള്ള സർവ്വതും എന്റെ കയ്യിൽ അല്ലാഹു നൽകുകയും അതെല്ലാം കൊടുത്തിട്ട് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്തേനെ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കണം, പേടിക്കുകയാണ്, നാളെ രക്ഷപ്പെടുമോ ഇല്ലയോ.
ഇവിടുന്ന് തന്നെ സ്വർഗത്തിന്റെ ടിക്കറ്റൊക്കെ മുറിച്ചെടുക്കണമല്ലോ, ഒന്ന് കേട്ടോളേ, എന്തേ നിങ്ങൾ പോയിക്കോളില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാന്നൊക്കെ പറയുന്നവർ വല നുസിഉ ഫീഹിം ളന്ന, പക്ഷേ ഇതൊന്നും സ്വഹാബത്തൊന്നും എന്തില്ല പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. സ്വഹാബത്ത് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ഉമർ എന്നവർ പറയാണ്, അല്ലാഹുവേ, നാളെ മഹ്ശറയിലേക്ക് വരുമ്പോൾ അവിടുന്ന് രക്ഷപ്പെടാൻ ഈ ദുന്യാവിലെ എല്ലാം തന്നാൽ നാളെ രക്ഷപ്പെടും എന്ന് വരികയാണെങ്കിൽ ഞാനത് ചെയ്തേനെ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, ആ പറഞ്ഞത് നന്നായി, ഫജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്യട്ടെ. ഇബ്നു അബ്ബാസ് എന്നവര് ഉമർ തങ്ങൾ ചെയ്ത ചില നന്മകൾ എടുത്തു പറയാൻ പോകുന്നു. നോക്കണം, ഇനി പറയാൻ പോകുന്നതിലും കുറെ പാഠങ്ങളുണ്ട്. ഒരാളെങ്ങനെ പുകഴ്ത്തി പറഞ്ഞാൽ അതങ്ങനെ ഇരുന്ന് കേൾക്കലല്ല, അതിൽ നുണയാണെന്നും അതിൽ വിവരക്കേട് വിവരക്കാടാണെന്നും തിരുത്തി കൊടുക്കണം എന്നാണ്. മനുഷ്യന്മാരെ വെറുതെ ഉള്ളതിലും അപ്പുറത്തേക്ക് പൊക്കി വെക്കുകയും അങ്ങനെ കണ്ടു, ഈ സ്വപ്നം കണ്ടു, അത് കണ്ടു, ഇത് കണ്ടൊക്കെ പറയുമ്പോൾ ഒരു തിരുത്തെങ്കിലും കൊടുക്കാം. ഏത് അങ്ങനെയൊന്നും പറയരുത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാനത് പറയുന്നില്ല, എന്ത് ചെയ്യാ, വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ ദീനിന്റെ വിഷയം കയ്പാണെങ്കിലും ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് അള്ളാനെ വെറുപ്പിച്ചിട്ട് കാര്യമില്ല, ഞാൻ അതുകൊണ്ട് തന്നെ പറയണത്. ജനങ്ങൾക്ക് ചിലപ്പോ കയ്യടി, നമ്മളെ കുറ്റം പറഞ്ഞിട്ടില്ല, അതൊന്നുമല്ല വിഷയം. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ്. അല്ലാഹു ജല്ല ജലാലു ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ഇവിടെ കേരളത്തിൽ ഒരു മനുഷ്യനോട് ചോദിക്കാതെ ചെയ്യൂല എന്നൊക്കെ പരസ്യമായിട്ട് വേള പറയുമ്പോ ആ മനുഷ്യൻ പറയണം, ആ പറഞ്ഞത് തെറ്റാണ്. എത്ര പത്രപ്രവർത്തകരെ വിളിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇവര്, എത്ര ടി.വിക്കാരോട് വിളിച്ചു പറയുന്നുണ്ട്, എന്തെല്ലാം എന്ന് പറഞ്ഞൂടെ. ഒരു പ്രസ്താവന, ഒരു ക്ഷമാപണം, ആ പറഞ്ഞ തെറ്റായിരുന്നു, അത് പറയാൻ പാടില്ലായിരുന്നു, ഇത് പറയാം. ഇത് മിനിമം ചെയ്യേണ്ട ഒരു ബാധ്യതയാണ്, വിഷമം കൊണ്ട് പറയാണ്. അല്ലാഹു തആല നല്ല സൽബുദ്ധി കൊടുക്കട്ടെ. എന്താണ് ഇവർക്ക് പറ്റിയതെന്ന് അല്ലാഹു അഅലം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഉമറേ, അലൈസ ഖദ് ദഅ ലക റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ലായിരുന്നോ? അയ്യുഇസ്സല്ലാഹു ബികദ്ദീന വൽ മുസ്ലിമീൻ, മക്കക്കാരായ ആളുകളെല്ലാം പേടിച്ചു നടക്കുമ്പോ ഉമറേ, നിങ്ങളെ കൊണ്ട് ദീനിന് ഇസ്സത്ത് വേണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടില്ലേ? അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ, അംർ ഇബ്നു ഹിശാമിനെ കൊണ്ടോ ഉമർ ഇബ്നുൽ ഖത്താബിനെ കൊണ്ടോ ഈ ദീനിന് അല്ലാഹുവേ നീ ഇസ്സത്ത് നൽകണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ? ഉമറേ, ആ പ്രാർത്ഥന നിങ്ങളെ പറ്റിയല്ലേ? നിങ്ങളുടെ ഇസ്ലാം വന്നപ്പോ ഫലമ്മ അസ്ലംത, നിങ്ങൾ മുസ്ലിമായപ്പോ കാന ഇസ്ലാമുക ഇസ്സ, നിങ്ങളുടെ ഇസ്ലാം അഭിമാനമായിരുന്നല്ലോ. വഹാജർത, നിങ്ങൾ ഹിജ്റ പോയ മഹാനല്ലേ. ഫകാനത് ഹിജ്റതുക ഫത്ഹ, നിങ്ങൾ പോയ ഹിജ്റ ഇസ്ലാമിനുണ്ടായ വിജയമല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ ഏതെല്ലാം യുദ്ധങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ടോ ഹബീബിന്റെ കൂടെ ഉമറേ നിങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് ഉമറേ? ഉമറേ, ثم قبل وهو عنه راض, അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോ നിങ്ങളെപ്പറ്റി പൊരുത്തപ്പെട്ടിട്ടല്ലേ ഉമറേ വഫാത്താകുന്നത്? ഒരു ശൈഖിന്റെ പൊരുത്തമുണ്ടാകുന്നത്, ഒരു ഉസ്താദിന്റെ പൊരുത്തമുണ്ടാകുന്നത്, ഒരാളുടെ തൃപ്തി ഉണ്ടാകുന്നത് ദീനിൽ അസറുണ്ട് എന്ന് പഠിപ്പിക്കുകയാണത്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ പൊരുത്തപ്പെട്ടിട്ടില്ലേ? ഹബീബിന്റെ ശേഷം നബിയുടെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫത്തു റസൂലില്ലാഹ്, അങ്ങനെ പറയാം, ഖലീഫത്തുള്ളയല്ല, ഖലീഫത്തു റസൂലില്ലാ, അള്ളാന്റെ ദൂതരായ നബിയുടെ പ്രതിനിധിയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും സിദ്ദീഖ് എന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കുകയും വഖുബില, സിദ്ദീഖ് എന്നവർ വഫാത്താകുമ്പോഴും ഉമറേ നിങ്ങളെപ്പറ്റി പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഉമറേ, പിന്നെ നിങ്ങളാണ് അധികാരമേറ്റത്. നിങ്ങൾ അധികാരമേറ്റപ്പോൾ അല്ലാഹു തആല ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന് തന്നില്ലേ? നിങ്ങളെ കൊണ്ട് അല്ലാഹു ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയില്ലേ? ശത്രുക്കളെ പരാജയപ്പെടുത്തിയില്ലേ? എന്നിട്ട് അവസാനം ثم ختم لك بالشهادة, നിങ്ങൾക്ക് അല്ലാഹു രക്തസാക്ഷിത്വം തന്നില്ലയോ ഉമറേ? ഉമർ തങ്ങളുടെ ഷഹാദത്താണെന്ന് പറയാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു സയ്യിദാണ്, തങ്ങളാണ് ഇബ്നു അബ്ബാസ് തങ്ങള്. അല്ലാഹു നിങ്ങൾക്ക് രക്തസാക്ഷിത്വം തന്നില്ലയോ? ഫഹനീഅൻ ലക യാ അമീറൽ മുഅ്മിനീൻ,
അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഹനീഅല്ലക, ഇതൊക്കെ കിട്ടിയ ഒരാൾ സ്വർഗത്തിലേക്കല്ലാതെ എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാ ഉമറേ നിങ്ങൾ പേടിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ കടന്നുകൊണ്ടിരിക്കുന്ന ഫാറൂഖ് എന്നവർ പറയുന്നു, അജ്ലിസൂനി, എന്നെ ഒന്ന് ഇരുത്തിത്തരൂ. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉമർ എന്നവര് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്നു, ആ പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. നോക്കണം, മുഖം നോക്കി പുകഴ്ത്തുമ്പോൾ പുഞ്ചിരിച്ച് ആടി കുലുങ്ങിച്ചിരിക്കുകയല്ല, തിരുത്തേണ്ടത് തിരുത്തി കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസെ ഒന്നുകൂടെ പറഞ്ഞാട്ടെ നിങ്ങളാ പറഞ്ഞത്. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവരെ ഒന്നുകൂടെ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഫാറൂഖ് എന്ന് പറഞ്ഞ സത്യവും അസത്യവും വേർതിരിച്ച മഹാൻ എന്തു പറഞ്ഞു? മഹാനവരുടെ മറുപടി വരികയാണ്, ഇബ്നു അബ്ബാസേ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, പക്ഷേ വല്ലാഹി ഇന്നൽ മഗ്റൂറ മൻ തഗുറൂന, നിങ്ങൾ ഇങ്ങനെ മനുഷ്യന്മാരെ പുകഴ്ത്തി പറഞ്ഞ് ഇങ്ങനെ മനുഷ്യന്മാരെ വഞ്ചിക്കുന്നവര് ഇവരാൽ വഞ്ചിക്കപ്പെടുന്നവര് തന്നെയാണ് നഷ്ടപ്പെട്ടവര്. ജനങ്ങൾ പുകഴ്ത്തിയിട്ട് അതിലിങ്ങനെ മതിമറന്ന് സുഖോന്മത്തരായി ജീവിക്കുന്നവർ ഇവര് തന്നെയാണ് വഞ്ചിക്കപ്പെട്ടവർ, ഇബ്നു അബ്ബാസേ, എന്നെങ്ങനെ പുകഴ്ത്തി പറയണ്ട, ഞാൻ അതൊന്നും കേൾക്കാൻ നിൽക്കുകയല്ല. എന്റെ വിഷയത്തിൽ ഞാൻ ബേജാറിലാണ്, എന്റെ വിഷയത്തിൽ ഞാൻ പേടിയിലാണ്. എന്നെങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് വഞ്ചിക്കണ്ട ഇബ്നു അബ്ബാസേ. അതശ്ഹദു ലീ ബിദാലിക ഇൻദല്ലാഹ്, 2 തവണ എന്നെ പറ്റി നിങ്ങൾ ഈ പറഞ്ഞത് അള്ളാന്റെ മുമ്പിൽ പോയി സാക്ഷി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നോക്കണം ആ ചോദ്യത്തിന്റെ ഗൗരവം. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം അള്ളാന്റെ മുമ്പിൽ പോയി സാക്ഷി പറയാൻ, അള്ളാന്റെ മുമ്പിൽ ചെന്നിട്ട് പറയാൻ ധൈര്യം ഉണ്ടാകുമോ? ദുന്യാവിൽ ആർക്കും എന്തും വിളിച്ചു പറയാം. അള്ളാഹുവിനെ പറ്റി പേടിയില്ലാത്തവർക്ക് എന്തും വിളിച്ചു പറയാം. അള്ളാന്റെ മുമ്പിൽ ഇത് പറയാൻ ധൈര്യമുണ്ട് ഇബ്നു അബ്ബാസേ? ഈ പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞത് അള്ളാഹിനോട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബിയായ ഹബീബിന്റെ കുടുംബക്കാരനായ ഖുർആനിന്റെ മുഫസ്സിരീങ്ങളുടെ നേതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, ഞാനത് അള്ളാന്റെ മുമ്പിലും പറയും അമീറുൽ മുഅ്മിനീൻ. ആ പറഞ്ഞത് സത്യമായിരുന്നു, അള്ളാന്റെ മുമ്പിലും പറയുമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ എന്നവർക്ക് വല്ലാത്ത സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി റബ്ബേ, അല്ലാഹുവേ നിനക്ക് സ്തുതി. എന്തേ എന്നെ ഈ പറഞ്ഞത് ഇബ്നു അബ്ബാസ് എന്നവർ അല്ലാഹു നിന്റെ മുമ്പിൽ വന്ന് പറയാൻ റെഡിയാണ്, അതുകൊണ്ട് അത് സത്യമായിരിക്കണം. അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ഉണർന്നവരിൽ കിടക്കാണ്, ഓരോരുത്തർ ഇങ്ങനെ വന്ന് സന്തോഷിപ്പിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. ചെറുപ്പക്കാരൻ പറഞ്ഞു, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. സ്വഹിബ്തു റസൂലല്ലാഹ്, നിങ്ങൾ ഹബീബിന്റെ സ്വഹാബിയല്ലയോ? ثم وليت فعدلت, എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് അധികാരം നൽകിയപ്പോ നീതി നൽകിയ മഹാനല്ലേ? ثم شهادة, പിന്നെ നിങ്ങൾക്ക് അല്ലാഹു തആല രക്തസാക്ഷിത്വവും നൽകിയില്ലയോ? മരിക്കാൻ പോണ ആളെങ്ങനെ ആശ്വസിപ്പിക്കുന്ന എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഉമർ റളിയല്ലാഹുവിനോട് പറയുമ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ് സഹോദര, എനിക്ക് പുകഴ്ത്തലൊന്നും കേൾക്കണ്ട, എന്നെ ഈ പൊക്കി പറയലൊന്നും എനിക്ക് കേൾക്കണ്ട, ഞാൻ ചെയ്ത നന്മകളൊന്നും അവിടെ വിളിച്ചു പറയല്ലേ. എനിക്കെതിരായിട്ടോ അനുകൂലമായിട്ടോ ഒന്നുമില്ലാതെ ന്യൂട്രലായി നിൽക്കാനാണ് ഞാനിപ്പോ കൊതിച്ചു പോകുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങളുടെ മറുപടി അതാണ്. ചെറുപ്പക്കാരെങ്ങനെ പോകുന്നു, ഉമർ തങ്ങൾ കിടക്കാണ്, ആശ്വസിപ്പിച്ചു പോകാൻ. റുദ്ദു അലയ്യൽ ഗുലാം, ആ യുവാവിനെ ഒന്ന് തിരിച്ചു വിളിക്കൂ, അവനോടൊന്ന് വരാൻ പറയൂ. വന്നു നോക്കുമ്പോ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ്. മഹാനവറുകൾ പറഞ്ഞു, യബ്ന അഖി ഇർഫഅ സൗബക, വസ്ത്രം ഉയർത്തണം ചെറുപ്പക്കാരാ, ഫഇന്നഹു അൻഖാലി സൗബിക വഅത്ഖാലി റബ്ബിക, നിന്റെ വസ്ത്രം വൃത്തിയായി നിൽക്കാനും അല്ലാഹുവിന് പൊരുത്തമാവാനും ഞെരിയാണിക്കു താഴേക്ക് വസ്ത്രമിടല്ലേ എന്ന് സക്കറാത്തിന്റെ നേരത്തിന്റെ നസീഹത്ത് ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടെ പുകഴ്ത്തി ഇങ്ങനെ പോവാണ്. പിന്നെ പേന്റെ ബുക്ക്
എന്റെ വസ്ത്രം പൊക്ക് എന്ന് പറയുന്ന പോലെ ഉമർ എന്നവര് ബിരിയാണിക്ക് താഴെയാണ് വസ്ത്രം കേട്ടോ, പൊക്കി പിടിച്ചോ എന്ന് പറഞ്ഞു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബോധം കെടുകയാണ്, ബോധം നഷ്ടപ്പെടുന്നു, മരണം ആസന്നമാവുന്നു. മഹാനവറുകളുടെ പ്രിയപ്പെട്ട പുത്രനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പ്രഗൽഭനായ സുഹാബിയാണ്, മുത്തബിഉസ് സുന്ന എന്നാ പറയാ. ഉമർ എന്നവർ പറയും, എന്റെ എല്ലാ മക്കളും മരിച്ചിട്ടും അവർക്കൊക്കെ പകരമല്ല എനിക്ക് സ്വർഗം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മക്കളൊക്കെ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എന്റെ അബ്ദുള്ള എന്നുള്ള മോ മരിക്കരുത് എന്ന് പറഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞു, എന്റെ അബ്ദുള്ള വലിയ ആലിമാണ്, അബ്ദുള്ളയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് അബ്ദുള്ള എപ്പോഴൊന്നും മരിക്കണ്ട, ബാക്കി എല്ലാ മക്കളും മരിച്ചോട്ടെ, കുഴപ്പമില്ല. അങ്ങനത്തെ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ തങ്ങളുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവർ പറയുന്നു, എന്റെ വാപ്പയുടെ തല ഞാൻ എന്റെ മടിയിലേക്ക് വെച്ചു. മരിക്കാൻ പോകുന്ന വാപ്പയെ ആശ്വസിപ്പിക്കുന്ന മക്കള്. നമ്മുടെ വാപ്പമാരൊക്കെ രോഗികളായി കിടക്കുന്നവരുണ്ടാവും, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. മരിച്ചുപോയി ഖബറിൽ കിടക്കുന്നുണ്ട്, അല്ലാഹുയുടെ ഖബറൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മുടെ ഉപ്പമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ ഭാര്യ, സന്തതികൾ, സഹോദര ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, നമ്മുടെ കൂട്ടുകാര്, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മളോട് സ്നേഹമുണ്ടായിരുന്നവര്, ദീനിന്റെ പേര് നമ്മളെ സഹായിച്ചവര്, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതൊക്കെ പോയില്ലേ, നമ്മളും പോകും. നാളെ ആരെങ്കിലൊക്കെ നമുക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹു നല്ല മുത്തഖീങ്ങളായ ആളുകളെ നമുക്ക് ദ്വാരക്കാൻ അല്ലാഹു ഏർപ്പാട് ചെയ്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല നിലയ്ക്ക് യാത്ര പറയാം. ഉമർ റളിയല്ലാഹുവിന്റെ തല മടിയിലേക്ക് എടുത്തു വെച്ചു മോൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഞാൻ ആ തല ഉമർ എന്നവരുടെ ശിരസ് എന്റെ മടിയിലേക്ക് വെച്ചപ്പോൾ ഉമർ എന്നവർക്ക് ബോധമില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മോനെ, വാപ്പയുടെ തല മണ്ണിലേക്ക് വെക്ക് മോനെ, മണ്ണിലേക്ക് വെക്ക്, മടിയിൽ വെക്കണ്ട. പിന്നെയും ബോധം പോയി. അപ്പൊ ഞാൻ താഴെ വെച്ചു. ബോധം പോയപ്പോ ഞാൻ മടിയിലേക്ക് എടുത്തു വെച്ചു, എന്റെ മടിയിൽ തല വെച്ചു. ഉമർ എന്നവർക്ക് ബോധം തെളിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, വാപ്പയുടെ തല മണ്ണിലേക്ക് വെക്ക് മോനെ, മടിയിൽ വെക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, യാ ബച്ചാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ മടിയും ഭൂമിയും ഒരുപോലെ തന്നെയല്ലേ? ഇവിടെ കടന്നാൽ എന്താ, നിലത്ത് തലവെച്ചാൽ എന്താണ്, വല്ല പ്രയാസമുണ്ടോ? മോനെ, ഉമർ എന്നവരുടെ മറുപടി വരുന്നു, മോനെ, യാ ബുനയ്യ, എന്റെ കൊച്ചുമോനെ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പ്രിയപ്പെട്ട മകനെ, ഇത്റഹ് വജ്ഹി അല തുറാബ് ലഅല്ല അല്ലാഹ യർഹമനി, എന്റെ മുഖം മണ്ണിലേക്ക് വെക്ക് മോനെ. മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കാണുമ്പോൾ അല്ലാഹുവിന് എന്തെങ്കിലും ഒരു കരുണ തോന്നിയേക്കും എന്നോട്. മണ്ണിൽ കിടക്കുന്ന എന്നെ കാണുമ്പോ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു കരുണ തോന്നിയേക്കും. അങ്ങനത്തെ ലക്ഷ്യമൊന്നും വേണ്ട മോനെ, എന്നെ താഴെവെക്ക്. മണ്ണിൽ കിടക്കുന്ന ഉമറിനെ കാണുമ്പോൾ അള്ളാഹുവിന് റഹ്മത്ത് ചെയ്യാൻ തോന്നിയേക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഫഅസ്രിഉ ബി ഇലാ ഹുഫറതി, എന്റെ കുഴിയിലേക്ക് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകണം ഞാൻ മരിച്ചാൽ. ഉമർ എന്നവരുടെ വസിയത്താണ്, മരിച്ചാൽ എന്ത് ചെയ്യണം? വേഗം മറവ് ചെയ്യണം. ഒരുപക്ഷേ നിങ്ങൾ എനിക്ക് നൽകുന്ന ഏറ്റവും നല്ല ഖൈറാണത്. ഞാൻ ചെന്ന് കിടക്കാൻ പോകുന്ന സ്ഥലം എനിക്ക് ഈ ഭൂമിയെക്കാളും നല്ല സ്ഥലമായിരിക്കും എന്റെ ഖബർ. അതുകൊണ്ട് എന്ത് ചെയ്യാ, എന്നെ നിങ്ങൾ പെട്ടെന്ന് മറവ് ചെയ്യണം. ഞാൻ പോയി കിടക്കുന്ന ഖബർ ദുന്യാവിനെക്കാളും ഒരുപക്ഷെ എനിക്ക് ഖൈറായിരിക്കും. അതല്ലെങ്കിലും എന്നെ മറവ് ചെയ്തോളൂ. നിങ്ങളുടെ തോളിൽ എന്നെങ്ങനെ ഷർറായ ഞാനാണെങ്കിൽ, എന്നെ അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ എന്നെയും വെച്ച് ഇങ്ങനെ കിടത്തുന്നത്? എന്നെ കൊണ്ടുപോയി നിങ്ങൾ കുഴിച്ചിട്ടോളൂ. എന്തായാലും എന്നെ വേഗം മറവ് ചെയ്തോളൂ. ഞാൻ നല്ലവനാണെങ്കിൽ ആ ഖബർ എനിക്ക് നല്ല സ്ഥലമാണ്. ഞാൻ മോശക്കാരനാണെങ്കിൽ എന്തിനാ നിങ്ങൾ എന്നെ ഇവിടെ വെച്ചേക്കുന്നത്? ഏതായാലും മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ പെട്ടെന്ന് മറവ് ചെയ്യണേ എന്ന് പറഞ്ഞ് ഉമർ എന്നവർ പറയുന്ന വാക്ക്, വൈലുല്ലി ഉമർ, ഉമറിന്റെ നാശമേ, വവൈലുല്ലി ഉമ്മി ഉമർ, ഉമറിന്റെ ഉമ്മാന്റെ നാശമേ, ഇല്ലം യഗ്ഫിറുല്ലാഹു ലഹ്, അല്ലാഹു ഉമറിന് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഉമറിന്റെ നാശമേ. റബ്ബേ, നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ എന്റെ ഉമ്മയുടെ നാശമേ. എന്തിന് ഞാൻ ജനിച്ചു? എന്റെ ഉമ്മ എന്തിനെ പ്രസവിച്ചു? എനിക്ക് നീ പുറത്തു തന്നില്ലെങ്കിൽ അല്ലാഹുവേ, ഞാൻ കഷ്ടപ്പെട്ടു പോകും. റബ്ബേ, എനിക്ക് പുറത്തുതാ എന്ന് അവസാനം ചോദിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
മരിക്കാൻ പോകുന്ന രംഗം നോക്കണം. ഹസൻ ബസ്രി തങ്ങളോടൊക്കെ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ചില അസ്ഹാബ് പറഞ്ഞ ചരിത്രമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ അവസാനിപ്പിക്കാൻ. ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഹസൻ ബസ്രി ചെയ്ത് തെറ്റോർത്തിട്ടാണോ? എന്റെ തെറ്റുകൾ ഓർത്തല്ല ഞാൻ കരയുന്നത്. ഈ മരിക്കുന്ന നേരത്ത് എന്റെ ഈമാൻ അല്ലാഹു ഉയർത്തിക്കളയുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. തെറ്റിനെ കുറിച്ചല്ല, ഈമാൻ പോലും എനിക്ക് അല്ലാഹു നഷ്ടപ്പെടുത്തുമോ, ഞാൻ അത്രക്ക് പാപിയാണോ എന്ന് പേടിക്കുന്നു. എന്റെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഈ കരയുന്നത് എന്ന് മരണനേരത്ത് പറഞ്ഞ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. മയ്യിത്തിന്റെ മരണമാസന്നമാകുമ്പോൾ വീട്ടുകാർ സൂറത്തു യാസീൻ ഓതണം. മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതണം. മരണപ്പെട്ടു പോയ മയ്യിത്തുകൾക്ക് വേണ്ടി ശുദ്ധമായ ദീനിൽ അല്ലാഹു ചാല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഖുർബാത്തുകൾ, നന്മകൾ, സ്വതക്ക, ശുദ്ധ ഖുർആനിന്റെ പാരായണം, മാതാപിതാക്കളുടെ പേരിൽ കിണർ കുഴിച്ചു കൊടുക്കുന്നത്, മാതാപിതാക്കളുടെ പേരിൽ ഒരു ദീനി സ്ഥാപനത്തെ സഹായിക്കുന്നത്, മാതാപിതാക്കളുടെ പേരിൽ അവർക്ക് പള്ളി ഉണ്ടാക്കുന്നത്, എന്തെങ്കിലും ഖുർബാത്തുകൾ, നന്മകൾ അവർക്ക് വേണ്ടി ചെയ്തു വെക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ചെയ്യണം. മക്കൾ പറയണം അതൊക്കെ ശിർക്കാണ്, ബിദ്അത്താന്നൊക്കെ പറഞ്ഞാൽ എന്തിനിപ്പോ നമ്മുടെ മക്കള് എന്തുണ്ടായി, പിന്നെ എന്ത് കിട്ടി അവരെ കൊണ്ട്? വാപ്പയെ ഓർക്കാത്ത, വാപ്പാക്ക് വേണ്ടി ഒന്ന് സിയാറത്ത് ചെയ്യാത്ത, വാപ്പാക്ക് വേണ്ടി ഒരു നന്മ ചെയ്തു കൊടുക്കാത്ത മക്കളാണെങ്കിൽ എന്തിന് നമുക്ക് ഈ മക്കള് വേണം? അല്ലാഹു നല്ല മക്കളെ തരട്ടെ. അല്ലാഹു നല്ല മക്കളെ തരട്ടെ. വൈലുല്ലി ഉമർ, ഉമറിന്റെ നാശമേ. വവൈലുല്ലി ഉമ്മി ഉമർ, ഉമറിന്റെ ഉമ്മാന്റെ നാശമേ. ഇൻ യഗ്ഫിരില്ലാഹു ല, അല്ലാഹുവേ ഉമറിന് നീ പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഉമറിന്റെ നാശമാണത്. ഉമറിന് പുറത്തു കൊടുത്തില്ലെങ്കിൽ അല്ലാഹുവേ ഉമറിന്റെ ഉമ്മയുടെ നാശമാണത്. റബ്ബേ ഉമറിന് നീ പുറത്തു തരയണമേ. മഹാനായ ഫാറൂഖ് എന്നവർ ലോകത്തോട് വിട പറയുകയാണ്. അവസാന രംഗത്ത് പോലും ഒരു നന്മ ഉപദേശിക്കുകയും ഒരു തിന്മ വിരോധിക്കുകയും ചെയ്ത മഹാൻ, പ്രശംസ ഇഷ്ടപ്പെടാത്ത മഹാൻ, വാനോളം പുകഴ്ത്തിയപ്പോൾ അതിലൊന്നും പൊങ്ങാൻ നിന്നു കൊടുക്കാത്ത മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഷഹീദുൽ മിഹ്റാബ്, മിഹ്റാബിൽ കടന്ന ഷഹീദാണ്. ഇമാം ബുഖാരി തങ്ങൾ മിഅ്റാജിന്റെ ചരിത്രം പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ബൈനമാ അന നായിമുൻ റഅയ്തുനി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോയത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് സ്വപ്ന ദർശനമുണ്ടായ മിഅ്റാജുകളുണ്ട്. ശരീരത്തോടുകൂടെ നബി തങ്ങൾ പോയ റജബ് 27 മിഅ്റാജ്, ശരീരത്തോടുകൂടെ, റൂഹോടുകൂടെ, ജസദോടുകൂടെ. അതല്ലാത്ത സമയങ്ങളിലും അല്ലാഹുവിന്റെ ഹബീബിന് റൂഹിയായ മിഅ്റാജുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വപ്ന ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കണ്ടു, സ്വർഗം ഞാൻ കണ്ടു. അപ്പോഴാണ് അവിടെ ഒരു കൊട്ടാരത്തിന്റെ അരികത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒതു കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ ഒരു കൊട്ടാരത്തിന്റെ അരികത്ത് ഒരു പെൺകുട്ടി ഒതു കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ആരുടെ കൊട്ടാരമാണിത്? ഖാലൂ ലി ഉമർ, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടേതാണ്. ഞാൻ അതിൽ നിന്ന് പോയി നോക്കിയാലോ എന്നങ്ങ് ആലോചിച്ചു. പിന്നെ ഉമർ എന്നവര് വല്ലാത്ത ദേശമുള്ള ആളല്ലേ, അതൊക്കെ പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല ഉമറേ എന്ന് പറഞ്ഞപ്പോ ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലൈക അഗാറു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടുമോ നബിയെ? ഒന്ന് പോയിക്കൂടായിരുന്നു നബിയെ എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണത്. സ്വർഗത്തിലാണ് ഉമർ എന്നവരെന്ന് എത്ര തവണയാണ് നബി തങ്ങൾ പറഞ്ഞത്? എത്ര തവണയാ പറഞ്ഞു? എന്നിട്ട് പോലും മഹാനവറുകൾ പേടിയിലായിരുന്നു. മുഅ്മിനെ, ഒരു ഹജ്ജ് ചെയ്ത് ഒരു ഉംറ ചെയ്തു, നിന്റെ കാര്യം ഓക്കെ എന്ന് വിചാരിച്ചിരിക്കണ്ട. എന്ത് ചെയ്യാ? അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോളൂ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഹുസ്നുൽ ഖാത്തിമത്തിനെ ചോദിക്കുക, പടച്ചവനോട് ചോദിക്കുക, മുഅ്മിനീങ്ങളോടൊക്കെ ദുആ ഇറക്കാൻ വേണ്ടി പറയാ. ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും. വളരെ ചെയ്തു പോയ അമലുകളിൽ ആശ്രയിച്ച് മരിച്ചവരുണ്ട് കേട്ടോ. വളരെ ധൈര്യത്തോടു കൂടെ മരണപ്പെട്ടവരുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ കിടക്കുമ്പോ പ്രിയപ്പെട്ട മോള് പൊട്ടിക്കരഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് എന്നവർ പറഞ്ഞു, മോളെ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? പാപ്പാങ്ങൾ മരിക്കല്ലേ, അതോർത്ത് മോളെ പേടിക്കണ്ട. ഫഖദ് ഖതംതുൽ ഖുർആന ഫീ ഹാദർ റുക്നി,
ഈ വീടിന്റെ മൂലയിൽ മോളെ നീ കരയണ്ട 4000 ഖത്മ 4000 തവണ ഈ വീടിന്റെ മൂലയിൽ ഇരുന്ന് തന്നെ ഞാൻ വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട്. 4000 ഖത്തമത്ത്. മോളെ പരലോകം കാണാൻ വാപ്പ ഒരുക്കി വെച്ച മുതലാണത്. 4000 ഖത്മ ഖുർആൻ. റമദാനിൽ ഒരു ഖത്തം തീർത്തുല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തന്നെ ഇല്ല. പിന്നെ അടുത്ത റമദാൻ വരണം. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പസ്താമാരൊക്കെ വാഴ്ന്നു പറയുമ്പോൾ എന്നാ പിന്നെ ഖുർആൻ എടുത്തിട്ട് നോക്കുക. 4000. അപ്പോ എത്ര ഓതിയിട്ടുണ്ടാവും ഒരു കൊല്ലം, ഒരു മാസം? 4000 തവണ വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട് മോളെ വാപ്പ ഈ റൂമിൽ ഇരുന്നിട്ട്. അതുകൊണ്ട് മോളെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും ഈ നേരത്തെ മരണം റാഹത്താവാനും വേണ്ടി വാപ്പ ചെയ്ത അമലാണത്. മോള് വിഷമിക്കണ്ട എന്ന് സ്വന്തം മക്കളെ ആശ്വസിപ്പിച്ച അബ്ദുല്ലാഹ് ഇബ്നു ഇദ്രീസ് റളിയല്ലാഹു അൻഹു ഒരുക്കി വെക്കുക. ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരെ മഗ്രിബിന്റെ വാങ്ക് വിളിക്കുമ്പോഴാണ് സക്കറാത്തിൽ കിടക്കുമ്പോൾ എഴുന്നേൽക്കാൻ നിൽക്കുന്നത്. എങ്ങോട്ടാ? ദാ പള്ളിയിലേക്ക്. അസ്മഉ അദാനല്ലാഹ്. അല്ലാഹു വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ഉത്തരം കൊടുക്കാതിരിക്കുക? ഇഹ്മിലൂനി, എന്നെ കൊണ്ടുപോകൂ പള്ളിയിലേക്ക്. സക്കറാത്തിൽ കിടക്കാൻ ഈ നേരത്തിൽ നിസ്കരിക്കാൻ കഴിയില്ല, സക്കറാത്തിന്റെ നേരമാണ്. ഇല്ല, എന്നെ കൊണ്ടുപോയി ഇരുത്തിത്തരൂ, ഞാൻ നിസ്കരിക്കട്ടെ. വാങ്ക് വിളിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന് ഉത്തരം കൊടുക്കാതിരിക്കുന്നത്? ആ മഗ്രിബ് നിസ്കാരത്തിന്റെ 1ാമത്തെ റക്അത്തിൽ ഇരുന്നു കൊണ്ട് ഇമാമോടുകൂടെ ചേർന്നു മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹും. വാപ്പയും വല്ലിപ്പയും സ്വഹാബിയാണ്. ആ മഹാനവറുകൾ കസേരയിൽ ഇരുന്ന് 1ാമത്തെ റക്അത്തിന്റെ സുജൂദിലേക്ക് പോയപ്പോഴാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലോകത്തോട് വിട പറയാൻ അല്ലാഹുവേ, അല്ലാഹുവേ അങ്ങനത്തെ നല്ല മരണം സന്തോഷത്തോടെ യാത്ര പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താൻ.